ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. വിംബിൾ അക്കാഡമിയിൽ റെമഡിയേറ്റേഴ്സ് ക്ലബിൻ്റെ ഭാഗമായി നടത്തി വരുന്ന പാരൻറ്റിംഗ് വെബിനാർ സീരീസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇത്തരത്തിലുള്ള വെബിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. കുട്ടികളുമായും അതുപോലെ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും ഇതിൽ ഉണ്ടാവുക. പരമാവധി എല്ലാവരും ഈ ഒരു സെഷനൊക്കെ അറ്റൻഡ് ചെയ്യുക, അവസരങ്ങൾ ഉപയോഗിക്കുക. ആദ്യമായി ഈ ഒരു സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഒരു ടോപ്പിക്ക് എടുക്കുന്നത് സന്ധ്യ മാം ആണ്. സൈക്കോളജിക്കൽ കൗൺസിലറാണ്, റെമഡിയൽ ട്രെയിനറും അതുപോലെ തന്നെ മോണ്ടിസോറി ടീച്ചർ കൂടിയാണ്. കൂടാതെ വിംബിൾ അക്കാഡമിയിൽ ഫാക്കൽറ്റി കൂടിയാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനറാണ്. അപ്പോൾ മാമിനെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത് കോഹറന്റ് പാരന്റിംഗ് ആണ്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി സന്ധ്യ മാമിനെ വെൽക്കം ചെയ്യുന്നു. മാം. താങ്ക് യു ഷജില മാം. ഇനി കൂടുതൽ എന്നെ കുറിച്ച് പറയണമെന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. താങ്ക് യു. നമ്മൾ ഒരു 2 മണിക്ക് കുറച്ചായിട്ട് ഈ ഒരു റെമഡിയൽ ട്രെയിനേഴ്സിന്റെ ഭാഗമായിട്ട് നടത്തി വരുന്ന നമ്മളുടെ ഫാക്കൽറ്റീസ് അതുപോലെ തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും ഇതിൽ ക്ലാസ്സസ് കൊടുത്തു പോരുന്നു അല്ലേ? നമ്മളെല്ലാവരും അത് കാണുന്നു. ആൻഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? കാണാം. ഓക്കെ, താങ്ക് യു. സോ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സസ് കാണുമ്പോഴേ, അതായത് പാരന്റിങ് വെബിനാർസ്, ഇപ്പോൾ ഇതിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ അല്ലേ, സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, കൗൺസിലേഴ്സ്, എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ ക്ലാസ്സസ് എടുക്കാൻ വരാറ് അല്ലേ? ലാസ്റ്റിൽ ഇപ്പോൾ എടുത്ത് നമ്മൾ സ്റ്റെഫി മാം ആണെന്നുണ്ടെങ്കിലും അവർ സ്പിരിച്വലി എങ്ങനെ നമുക്കിതിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഈ പാരന്റിങ് എത്ര കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ, എത്രത്തോളം നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റുമോ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നതും നമ്മൾ കേൾക്കാനായിട്ട് വന്നിരിക്കുന്നതും അല്ലേ? അപ്പൊ നമ്മൾ അത്രയും കൺസേൺഡ് ആണ് നമ്മുടെ പാരന്റിങ്ങിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ കുറിച്ചിട്ട് നമ്മൾ അത്രയും കൺസേൺഡ് ആണ്. എന്തെല്ലാം ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ? അപ്പൊ ഇവിടെ ഡെവലപ്മെന്റൽ പീരീഡിനെ കുറിച്ചിട്ട്, അതുപോലെ കുട്ടികളുടെ ബ്രെയിൻ എന്താ പറയുക ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ക്ലാസ്സസ് നടക്കുന്നത് ഞാൻ റെക്കോർഡ് ക്ലാസ്സുകളാണ് അധികം ഞാൻ കാണാറ്. സോ ഇതിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട് അല്ലേ? സോ ഞാനിന്ന് ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കാൻ പോകുമ്പോൾ ഇതൊരു സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ വന്നിട്ടുള്ളതല്ല. ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ആസ് എ ടീച്ചർ, ആസ് എ പാരന്റ്. ഞാൻ ആസ് എ ടീച്ചർ എന്ന് പറയുമ്പം ഇത്രയും കാലത്തെ എൻ്റെ ഒരു പ്രൊഫഷൻ, ഇത്രയും കാലത്തെ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് എന്ന് ഒരുപാട് പാരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്, ഒരു പ്രശ്നങ്ങൾ നമ്മൾ എന്താ പറയാ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആസ് എ മദർ ഞാൻ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പാരന്റിങ്. എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു സ്റ്റൈൽ ഓഫ് പാരന്റിങ്. അതിൽ നമുക്ക് എങ്ങനെ ആണ് അതൊന്നൊരു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്, പാരന്റ്സിന്റെ കംപ്ലൈൻസ് എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് എന്നുള്ള തരത്തിലുള്ള ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളതെന്ന്. സോ എല്ലാവരുടെയും ഒരു ഇന്ററാക്ഷൻ മസ്റ്റായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ, നമുക്ക് ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് എടുക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ടാവും. ഓക്കെ, സോ ഈ ക്ലാസ്സസ് ഒക്കെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, അതായത്
നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പോയ 2 കുട്ടികൾ അല്ലെങ്കിൽ ഒരു 3 കുട്ടികൾ ഉണ്ടാവുമായിരിക്കും ഒരു കുടുംബത്തിൽ, അല്ലെ? ഒക്കെ ന്യൂക്ലിയർ ഫാമിലീസ് ആണ്, അത്ര കുട്ടികൾ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ അതിന്റെ ഒരു മുന്നത്തെ ഒരു ജനറേഷൻ, ഇപ്പൊ എന്റെ അമ്മയുടെ ഒക്കെ ഒരു കാലഘട്ടമാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് ഒരു 4 മക്കള്, 5 മക്കൾ, 6 മക്കൾ, ആ ഒരു റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. അതിന്റെ മുന്നത്തെ ഒരു ജനറേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 10ഉം 12ഉം 13ഉം മക്കളുണ്ടായിരുന്നു, അല്ലേ? അപ്പോ നമ്മൾ ഈ 2 കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ ഈ പറയുന്ന പാരന്റിങ് ക്ലാസ്സസ് ആണെന്നുണ്ടെങ്കിലും ഇത്രയും കൺസേൺഡ് ആയിട്ട് നമ്മൾ ഈ ക്ലാസ്സസ് കേൾക്കുന്നതാണെന്നുണ്ടെങ്കിലും, അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഇവര് ഈ കുട്ടികൾ, ഇത്രയും കുട്ടികളെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടാവും ഒരു അമ്മ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? അന്ന് കൂടുതലും കൂട്ടുകുടുംബങ്ങളല്ലേ, Yes, yes. നോക്കാനൊക്കെ പലരും ഉണ്ടാവും, അമ്മായിമാര്, മുത്തശ്ശിമാര്, വല്യമ്മമാര് ഒക്കെ ഉണ്ടാവും. Yeah, അതായിരിക്കും മെയിൻ കാര്യം, ഒരാൾ ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടതില്ല. അല്ലേ? ഡെഫിനറ്റ്ലി അത് തന്നെയാണ്, അല്ലേ? പിന്നെ അന്നെന്ന് പറയുമ്പം കൂടുതലും എന്തായിരിക്കും അവരുടെ പ്രയോറിറ്റി ഒക്കെ എന്തായിരിക്കും? കൺസേൺ എന്ന് പറയുന്നത് ഫുഡായിരിക്കും, അല്ലേ? അതായത് ഒരു ബേസിക് നീഡ് എന്നുള്ളത് പറയുമ്പോൾ അന്നത്തെ ഒരു കാലഘട്ടം നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കറിയാം, അല്ലെ? ബേസിക് നീഡ്സിനെ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതായിരിക്കും അന്നത്തെ പാരന്റ്സിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് ഉണ്ടാവുക. അപ്പൊ ഈ കുട്ടികളെ ഈ പറയുന്ന പോലെ തന്നെ കൂട്ടുകുടുംബത്തിൽ വളരെ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ അവർ വളർത്തിക്കൊണ്ട് പോയിട്ടുണ്ടാവാം. അപ്പോ നമ്മൾ ഈ 2 കുട്ടികളെ വെച്ചിട്ട് നമ്മൾ ഇത്രത്തോളം കൺസേൺഡ് ആയിട്ട് നമ്മളെ മക്കളെ വളർത്തുമ്പോൾ, ഇപ്പൊ ഇതിലിപ്പോലെ LD റെമഡിയേറ്റേഴ്സ് ഉണ്ടാവും, അല്ലെ? കൗൺസിലേഴ്സ് ഉണ്ട്. നമ്മളൊക്കെ എപ്പോഴും ഓരോ അമ്മമാരുടെയും ഓരോ പാരന്റ്സിന്റെയും എന്താ പറയാ വേവലാതികൾ കൂടുതൽ കേൾക്കുന്നവരാണ് നമ്മള്. അതില് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, എന്റെ കുട്ടി ഞാൻ പറഞ്ഞാ കേൾക്കില്ല. ഇല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്ങനെ? ഞാൻ പറഞ്ഞാ കേൾക്കില്ല ടീച്ചറെ, ഞാൻ പറഞ്ഞാ കേൾക്കില്ല മാം, ഞാൻ എന്താ ചെയ്യാ എന്ന് പറയാറുണ്ട്. താങ്ക് യു ചന്ദ്ര മാം. ആൻഡ് അപ്പം ഇത് എന്തുകൊണ്ടായിരിക്കും എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും, അല്ലെ? ആസ് എ മദർ നമ്മളും തന്നെ, അല്ലെ, ഈ ഒരു കാലഘട്ടത്തിലൂടെ ഒക്കെ തന്നെയാണ് നമ്മളും കടന്നു പോയിട്ടുള്ളത്, അല്ലെ? അപ്പോ നമ്മൾ വളർത്തുന്ന മക്കൾ എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് പറയാനുള്ള ഒരു കാരണം എന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒന്ന് പറയൂ. അവർക്ക് നമ്മുടെ അടുത്തുള്ള ഒരു ഫ്രീഡം ആയിരിക്കും. കാരണം മറ്റൊരാൾ പറയുന്നിടത്ത് നമ്മുടെ അടുത്തുള്ള ഫ്രീഡവും മറ്റൊരാളുടെ അടുത്തുള്ള ഫ്രീഡവും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. പാരന്റ്സിന്റെ അടുത്തുള്ളതും മറ്റുള്ളവരുടെ അടുത്തും തമ്മിലുള്ളത് നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം. അല്ല മാം, എന്റെ കുട്ടി പഠിക്കുന്നില്ല എന്ന് വേറൊരാളോട് പറയുമ്പോൾ അത് പാരന്റിനുള്ള ഫ്രീഡം ആണെന്നാണ് മാം പറയണത്? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അല്ല, പഠിക്കുന്നില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ കുഞ്ഞ്, ഞാൻ പറയുന്ന വരുന്നത് നമ്മുടെ അടുത്തുള്ള ഒരു ഫ്രീഡത്തിന്റെ പുറത്തായിരിക്കുമെന്ന്. ഓക്കെ മനസ്സിലായി. അപ്പം അതുകൊണ്ടായിരിക്കും നമ്മൾ പറഞ്ഞ കേൾക്കാത്തത് എന്നുള്ളത്, അല്ലേ? മാം പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ അപ്പോ നമ്മൾ പറഞ്ഞ കേൾക്കാത്തത് നമ്മളോട് കുട്ടികൾക്ക് കൂടുതൽ ഒരു ഫ്രീഡം ഉണ്ട് എന്നുള്ളതാണ്, അല്ലെ? ബട്ട് നമ്മള് പലപ്പോഴും ഈ കുട്ടികളോട് സംസാരിക്കുമ്പോൾ കുട്ടികള് പറയുന്നതൊന്നും അമ്മമാര് ആ കുട്ടികളെ കുറിച്ചിട്ട് പറയുന്നത് വേറൊന്നും ആയിരിക്കും, അല്ലെ? അപ്പൊ നമ്മളിപ്പോ ഒരു LD എടുക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിനോ നമ്മൾ പോകുമ്പോൾ അമ്മമാർക്ക് ഒരുപാട് കാര്യങ്ങളായിരിക്കും കുട്ടികളെ കുറിച്ച് പറയാനുണ്ടാവുക. അവരുടെ പഠിത്തത്തിനെ കുറിച്ചായിക്കോട്ടെ, അവര് ഗെയിമിങ്ങിനെ കുറിച്ചായിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളും അമ്മമാർക്ക് നമ്മളോട് പറയാനുണ്ടാവും. എന്നിട്ട് നമ്മൾ ആ കുട്ടികളെ നമ്മൾ എടുത്ത് നോക്കുമ്പം നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ അവര് കൂടുതൽ നമ്മളോട് ഓപ്പൺ അപ്പ് ആവുന്നതായിട്ട് കാണാറുണ്ട്, അല്ലെ? അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇവിടെ റെമഡിയൽ ട്രെയിനേഴ്സ് ആയിട്ടുള്ളവരും കൗൺസിലേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെ? അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലേ? കുട്ടികൾ കൂടുതലും സ്ട്രേഞ്ചേഴ്സിനോടാണെന്നുണ്ടെങ്കിലും അവർ ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്, ഉണ്ടല്ലോ, അല്ലെ? യെസ്, ഉണ്ട്. അപ്പോ ഇത് ചിലപ്പോ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്ററാക്ട് ചെയ്യാം. പറയാനുള്ളതിൽ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പറയണം. അപ്പോ ഇത് കുട്ടികളെ കുറിച്ചിട്ടുള്ള ഒരു ഓവർ കൺസേൺഡ് ആയിട്ട്
തോന്നിയിട്ടില്ലേ? കുട്ടികളോടുള്ള ഈ ഒരു സമീപനം എന്ന് പറയുന്നത്, കുട്ടികൾ പറയാതിരിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ നമ്മളോട് ഇത്രയും ഓപ്പൺ അപ്പ് ആവുന്നതും അമ്മമാരോട് അത്രയും ഓപ്പൺ അപ്പ് ആവാത്തതും അതിനുള്ള കാരണം എന്ന് പറയുന്നത് കൂടുതലൊരു ഓവർ കൺസേൺഡ് ആവുന്നത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ബ്രേക്കിംഗ് എവിടെയെങ്കിലും വന്നത് കൊണ്ടായിരിക്കാം എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ അതിന്റെ ഇപ്പൊ ഒരു 6th പഠിക്കുന്ന ഒരു കുട്ടി ഇപ്പൊ അടുത്ത്, ആ കുട്ടിയുടെ ഒരു LD എടുക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ആ കുട്ടിയെ കുറിച്ചിട്ട്. ആ കുട്ടി സ്കൂളിൽ വിട്ട് വന്ന ഹോംവർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കുറേ പരാതികളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ അടുത്ത് മോനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, അത് എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവനിതെല്ലാം കേൾക്കുന്നുണ്ടാവില്ലേ എന്ന് പറഞ്ഞു. അവൻ കേൾക്കുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയം തൊട്ടേ ഞാൻ ഈ കേൾക്കുന്നതാണ്. കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് എപ്പോഴും അമ്മമാര് അതൊരു പരാതിയായിട്ട് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട് അല്ലെ? ഇതൊന്നും ഞാൻ പറയുന്ന കാര്യങ്ങൾ പുതിയ കാര്യങ്ങളല്ല കേട്ടോ, അല്ലെ? നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ എപ്പോഴും ഇവിടെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, അല്ലെ? അപ്പോ ഈ കുട്ടികളെ കുറിച്ച് എന്താന്ന് വെച്ചാല് അമ്മയുടെ കൺസേൺ എന്ന് പറഞ്ഞാൽ വലുതാണ്. എന്ന് വെച്ചാല് അവന് പഠിച്ചാലേ ഒരു ജോലി കിട്ടൂ, ജോലി കിട്ടിയാലേ അല്ലെ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെയാണ് അമ്മയുടെ തലയിൽ ബേർഡൻ ആയിട്ട് വലിയത് അമ്മ എടുത്ത് വെച്ചിരിക്കുന്ന. ഇതൊന്നും ഈ പറയുന്ന കുട്ടിയുടെ തലയിലേക്ക് ഇത് കയറാൻ പോണില്ല. അവന്റെ ലോകം വളരെ ലിമിറ്റഡ് ആണ്, ചെറുതാണ്, അവന് കളിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ അവന്റെ മനസ്സിലുള്ളൂ. അപ്പോ ഈ അമ്മയുടെ മനസ്സിൽ അമ്മയുടെ സ്ട്രെയിനും സ്ട്രെസ്സും അതുപോലെയുള്ള പല ഫാമിലി കാര്യങ്ങൾ നമ്മൾ ഉള്ളറിഞ്ഞ് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത്, ഈ കുട്ടികളെ വളർത്തുന്ന ഈ പീരീഡ് ഓഫ് ടൈം, ഇറ്റ്സ് നോട്ട് ജോക്ക്, ഇറ്റ്സ് നോട്ട്, നമ്മൾ ഏറ്റവും സീരിയസ് ആയിട്ട് നമ്മൾ ഏറ്റവും കൺസേൺഡ് ആവേണ്ട, കുറച്ചും കൂടി നമ്മൾ എന്താ പറയണ്ടേ, സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പാരന്റിങ്. അതിൽ ഒരു ഡൗട്ടും ഇല്ല. ബട്ട് അത് അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിക്ക്, ഈ തരത്തിലുള്ള രീതി മാറുമ്പോൾ ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്ട്സ് അതിൽ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ? ഇപ്പൊ നമ്മളും തന്നെ പാരന്റ് ആണ്, നമുക്കും തന്നെ ദേഷ്യം വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലെ? ബട്ട് അത് നമ്മളൊന്ന് കൂൾ ഡൗൺ ആവുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ളത് എത്ര പേര് പറയുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെ? അത് എന്തുകൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇത്രയും കൺസേൺഡ് ആയിട്ട് പറഞ്ഞത് എന്നുള്ളത് ഇരുത്തി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ടൈം അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന പരാതികൾ വരില്ല എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ LD എടുക്കുന്ന സമയത്ത് അവനോട് സംസാരിക്കും. ഇതൊക്കെ എന്നോട് പറഞ്ഞതിന് ശേഷം പിന്നീട് അവൻ എന്നോട് സംസാരിക്കാൻ ഒരു മടി. ഒക്കെ അമ്മ പിന്നെ അവനെ കുറിച്ചിട്ട് കുറേ എന്താ പറയണ്ട പരാതികളാ പറഞ്ഞിട്ടില്ലേ. അതിനുശേഷം പിന്നെ എന്നോട് സംസാരിക്കുമ്പോൾ അവനൊരു മടി, സംസാരിക്കാൻ ഒരു മടി. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് ഏറ്റവും ഇഷ്ടം എന്താ? നിനക്ക് പഠിത്തം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം എന്താണ്? എന്നൊക്കെ, നിന്റെ ഒരു ഹോബി എന്താ? അവൻ പറഞ്ഞു ഫുട്ബോൾ, പെട്ടെന്ന് പറഞ്ഞു. അപ്പോ അവന്റെ ഫുട്ബോളിനെ കുറിച്ചിട്ട്, എനിക്ക് അധികം ഫുട്ബോളിനെ കുറിച്ചൊന്നും അറിയില്ല, പക്ഷെ ഇവനോടൊരു റാപ്പോ ബിൽഡ് ചെയ്യണല്ലോ, എന്തെങ്കിലും പറയണല്ലോ അവനോട്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ഈ വർഷത്തെ വേൾഡ് കപ്പ് ആർക്കായിരുന്നു കിട്ടിയിരുന്നത്? ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അർജന്റീന എന്നെന്തോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ അർജന്റീനയിൽ നല്ല കളിക്കുന്നത് ആരായിരിക്കും? ആ അർജന്റീനയിലുള്ള അത്രയും ആൾക്കാരുടെ പേരും അവനറിയാം. അപ്പൊ ഞാൻ ചോദിച്ചത് എത്ര പേരാ കളിക്കുന്നത്, അതും അവനറിയാം. അതുപോലെ തന്നെ അപ്പൊ കഴിഞ്ഞ കൊല്ലം ആർക്കാ കിട്ടിയ അതറിയാം. അപ്പൊ ഈ മെസ്സി കളിക്കുന്നത് ഏത് ടീമില്ല, അത് ഇതിൽ തന്നെയാ, അതറിയില്ലേ? അങ്ങനെ അവൻ അങ്ങോട്ട് വാചാലനാവാൻ തുടങ്ങി ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്. അപ്പോ അവന് ഇഷ്ടമുള്ള കാര്യത്തിൽ അവൻ വളരെ അപ്ഡേറ്റഡ് ആണ്. പക്ഷെ അത് മതിയോ എന്നൊരു ചോദ്യം വരും, അല്ലേ? നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത്, ഹോംവർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് മതിയോ? പോരാ. ബട്ട് അവന് ഇഷ്ടമുള്ള കാര്യങ്ങളും കേൾക്കാൻ ആ അമ്മ ഒന്നുമില്ലെങ്കിൽ, അതായത് എന്താണോ ആ കുഞ്ഞിന്റെ മനസ്സ്, ആ മനസ്സറിഞ്ഞ് പെരുമാറാൻ കഴിയുന്നിടത്ത് തീർച്ചയായിട്ടും നമുക്ക് പരാതി പറയാൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. എവിടെ ചെന്നാലും നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ചിട്ട് ഒരു പരാതി പറയാൻ ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഓക്കെ, അതൊരു കുട്ടികളെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയുന്നത്, അവരത് വിചാരിച്ചിട്ടെങ്കിലും അവർ നന്നാവട്ടെ, അത് വിചാരിച്ചിട്ടെങ്കിലും അവർക്കൊരു നാണക്കേട് വരട്ടെ, അത് ചിന്തിക്കാനുള്ള പ്രായമായോ അവർക്ക് എന്നുള്ളതൊന്ന് ചിന്തിച്ചാൽ നന്നാവും, അല്ലേ?
ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഓക്കെ നാളെ അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്നെ കുറിച്ച് ബാക്കിയുള്ളവരോട് ഇങ്ങനെ പറയും, അത് കാരണം ഞാനൊന്ന് നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു പ്രായത്തിലാണോ അവരുള്ളത് എന്നുള്ളതാണ് ചോദ്യം, അല്ലെ? ആ ഒരു പ്രായത്തിലേക്ക് 6 വയസ്സുകാരനാണെങ്കിൽ 6 വയസ്സുകാരനായിട്ട് മാറാനും 12 വയസ്സുകാരനാണെങ്കിൽ 12 വയസ്സുകാരനായിട്ട് മാറാനും +2 പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രായത്തിലേക്ക് അമ്മ അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതാണ്. അവനെ ഇങ്ങനെ പറയുന്നതിന് പകരം ആ പ്രായത്തിലേക്ക് നമ്മൾ അപ്ഡേറ്റഡ് ആയാല് നമുക്ക് ചിലപ്പോൾ ഈ പറയുന്ന ഈ ഒരു പരാതികൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യുന്നുണ്ടോ? ശരിയാണോ? എതിരഭിപ്രായങ്ങളുണ്ടോ? മനസ്സിലാവുന്നുണ്ട് മാം. യെസ്, താങ്ക് യു. സോ ഇത് ഈ രീതിക്ക് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടും അതല്ലാതെ വരുമ്പോൾ ഉള്ള നെഗറ്റീവ് ആയിട്ടുള്ള അതിൻ്റെ ഒരു ഇമ്പാക്റ്റുമാണ് ഞാൻ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ നോട്ടീസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം ഈ കുട്ടിയുടെ കാര്യം തന്നെ എടുക്കാം, ഈ 6th പഠിക്കുന്ന കുട്ടിയുടെ കാര്യം തന്നെ എടുക്കാം. അപ്പൊ അവൻ പറയുന്ന കാര്യത്തിൽ അവൻ അത്രയും അപ്ഡേറ്റഡ് ആണ്, അവൻ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ ഞാൻ എന്തോ ഒന്ന് ചോദിച്ചു, ഈ മെസ്സി ഇങ്ങനെ ചെറുതായി ഇരിക്കല്ലോ, ഒരു കുറുതായിട്ടാണല്ലോ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റും, അതൊരു അസുഖമായിരുന്നോ, അതറിയില്ലേ? അതിന്റെ എല്ലാ ഹിസ്റ്ററിയും അവൻ എനിക്ക് പറഞ്ഞു തന്നു. അതുപോലെ അവന്റെ ഇഷ്ടങ്ങള്, അവന്റെ താല്പര്യങ്ങള്, നാളെ അവന് എന്താ പറയണ്ടേ, എന്താവണം എന്നുള്ളതിനെ കുറിച്ചിട്ട് എത്രത്തോളം അങ്ങോട്ട് എത്താൻ പറ്റും എന്നുള്ളത് അറിയില്ല, പക്ഷെ അതാണ് അവന് ഇഷ്ടം. അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഒരു കുട്ടി നമ്മളോട് സംസാരിക്കാൻ വില്ലിങ് ആവണു എന്നുള്ളതാണ് ഒരു സ്ട്രേഞ്ചറോട്. ഇവിടെയാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ അമ്മയോട് സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അവൻ എന്തൊക്കെയോ കുറെ നേരം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടല്ലോ, അവൻ എന്താ പറയണേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അവൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അവനറിയോ? ഇത്രയും കാര്യങ്ങളൊക്കെ പറയാൻ അവനറിയോ? ഇവനൊന്നും എന്നോട് ഇങ്ങനെയൊന്നും പറയാറില്ല. ഞാൻ പറഞ്ഞു, അതിനുള്ളൊരു സ്പേസ് അവന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അതല്ല അതിൻ്റെ അപ്പുറം സംസാരിക്കും. ആ സംസാരമാണ് നമുക്ക് വേണ്ടത്, അല്ലെ? ആ ഒരു തുറന്നു പറച്ചിലും ആ കുട്ടിയെ കുറിച്ചിട്ട് നമ്മൾ അറിയാന്നുള്ളതാണ്. ഇത് മസ്റ്റാണ്, ഹോംവർക്ക് ചെയ്യണം, മാർക്ക് കിട്ടണം. അതിൻ്റെ അപ്പുറം അവൻ എന്താണെന്നും കൂടെ അറിഞ്ഞിരുന്നാൽ നമ്മളോട് അവർക്ക് എൻ്റെ കുട്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്ന് ചോദിക്കേണ്ടി വരില്ല, അല്ലെ? ഇപ്പൊ അടുത്ത് ഞാൻ ഡീൽ ചെയ്ത ഒരു കേസായിരുന്നു. +2 പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആ അമ്മയും എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, എന്താണെന്നറിയില്ല മാഡം, അവൻ എന്നോട് തീരെ സംസാരിക്കാറില്ല, ഒന്നും മിണ്ടാറില്ല. അവനായി അവന്റെ റൂമായി ഒരു ഫോണായി, എന്നോട് സംസാരിക്കില്ല, ഹസ്ബൻഡിനോട് സംസാരിക്കില്ല, അതായത് ആ കുട്ടിയുടെ അച്ഛനോട് സംസാരിക്കില്ല, അനിയനുണ്ട് അനിയനോടും സംസാരിക്കില്ല. ഞാൻ എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചു. അതായത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം, ഈ ഒരു +2 എത്തുമ്പോഴേക്കും ഇത് വലിയൊരു പ്രോബ്ലം ആയിരിക്കും അമ്മയ്ക്ക്. ഈ കുട്ടി തീരെ ഇന്ററാക്ട് ചെയ്യാതായപ്പോ അവന്റെ ഭാവിയെ കുറിച്ചിട്ട് അവർക്ക് ഓവർ തിങ്കിങ് ആയി. അവസാനം അവരൊരു ട്രീറ്റ്മെന്റിലാണ് ഇപ്പൊ. അപ്പൊ അതെവിടെ കൊണ്ടുവന്ന് എത്തിക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴൊക്കെ നമുക്ക് ഓക്കെ ആയിരിക്കും, നമ്മൾ പറയുന്ന നമ്മളുടെ ഒരു കൺട്രോളിൽ ചിലപ്പോൾ ആ കുട്ടി നിൽക്കുന്നുണ്ടാവാം, ചിലപ്പോൾ നമ്മൾ പേടിപ്പിക്കുമ്പോൾ അവൻ നിൽക്കുന്നുണ്ടാവാം, അല്ലെ? ബട്ട് അവനെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. ഒരു അഡോളസൻസിലേക്ക് എത്തുമ്പോഴേക്കും അവന്റെ സ്വഭാവം മാറി തുടങ്ങും, അവന്റെ അല്ലെങ്കിൽ അവളുടെ സ്വഭാവം മാറി തുടങ്ങും. അവിടെയാണ് നമുക്ക് ഇവരെ മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പൊ നമ്മൾ പലതിനെയായിരിക്കും കുറ്റപ്പെടുത്തുക. ഇപ്പത്തെ കാലഘട്ടത്തിനെ കുറ്റപ്പെടുത്തും, അല്ലെ? ഇപ്പത്തെ അവസ്ഥയെ കുറ്റപ്പെടുത്തും, എല്ലാത്തിനും കുറ്റപ്പെടുത്തും. അപ്പം ഈ അമ്മ കൂടുതൽ വിഷമമായിട്ട് സംസാരിച്ച സമയത്ത് ഞാൻ കുറച്ചും കൂടി ഡീപ്പായിട്ട് അവരോടൊന്ന് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ അവർക്ക് ഇപ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് റിഗ്രറ്റ് ആണ്. അവർ പറയുന്നത്, എനിക്ക് അവനെ ആ ഒരു ടൈമിൽ നിങ്ങൾ ഈ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ എനിക്ക് അവനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എനിക്ക് എൻ്റെ പ്രശ്നങ്ങളും ഫാമിലി പ്രോബ്ലംസും പല തരത്തിലുള്ള ചുറ്റുപാടിന്റെ ഇടയിൽ എനിക്ക് അവനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നു. അപ്പൊ ഇതില് ഇപ്പൊ ചെറിയ കുട്ടികളുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമാണ്. നമ്മളെല്ലാം കൊണ്ടും വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നാളെ നമ്മൾ ഇതുപോലെ എന്താ പറയാ ഒരു വിഷമഘട്ടത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകാനുള്ള ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഇന്നിവിടെ ഉണ്ട്. ഈ ഫാമിലിയിൽ നിന്ന് ഈ കുട്ടികൾ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം മതി അവർക്ക്. അങ്ങനെ അല്ലാതെ കുട്ടികളെ നമ്മളുടെ കൺട്രോൾ എന്ന് പറയരുത്, കൺട്രോൾ അല്ല, നമ്മളെ അടുത്ത് നിൽക്കാൻ പാകത്തിനുള്ളൊരു ബിഹേവിയർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയും
എന്താണ് മിണ്ടാതിരിക്കേ, സംസാരിക്കാതിരിക്കേ, അമ്മയ്ക്ക് ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയോ വരില്ല. ബട്ട് അവിടെ അമ്മ കൂടുതൽ കൺസേൺഡ് ആണ്. ഈ ഒരു പീരീഡ് ഓഫ് ടൈമിനെ കുറിച്ചിട്ട് നല്ല അവയർനെസ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതായത് അവരാ LKG തൊട്ടിട്ടുള്ള ആ ഒരു ടൈം, അവിടെയാണ് അവർ നമ്മൾ അനുസരിക്കുന്നത്. അതായത് ഒരു 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 സെർട്ടൈൻ ടൈം വരെ ഈ കുട്ടികൾക്ക് നല്ല കെയറിങ്ങും പാമ്പറിങ്ങും അവരാണ് ആ അമ്മയുടെ ലോകം. അത് ആ കുട്ടിക്കും അറിയാം. അവിടുന്ന് അങ്ങോട്ട് ഒരു LKG ഇപ്പൊ LKG കൊണ്ട് ചേർത്താൽ തന്നെ ഒരു 2-3 മാസം കഴിഞ്ഞ് ഒരു എക്സാം വന്നാൽ തന്നെ നമ്മൾ ചോദിക്കാൻ ചെല്ലുമ്പോൾ, ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു ടീച്ചേഴ്സിനെ ബ്ലെയിം ചെയ്യാൻ ആളല്ല. എന്നിരുന്നാലും അവരുടെ ഒരു കൺസേണില്ല. നമ്മൾ അവിടെ ചെന്നവരോട് എങ്ങനെയുണ്ട് മോനെന്ന് ചോദിക്കുമ്പോൾ എഴുതാൻ കുറച്ച് പുറകോട്ടാട്ടോ, പഠിക്കാൻ കുറച്ച് പുറകോട്ടാട്ടോ എന്ന് പറയുമ്പോൾ ഒരമ്മ പറയാണ് അത് ഞാൻ നോക്കിക്കോളാം, അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല അവനെ കൊണ്ട് വീട്ടില്, ഇതിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അത് ഈ ഒരു സിറ്റുവേഷനിൽ ആയതുകൊണ്ടായിരിക്കാം കേട്ടോ അവൻ അങ്ങനെ. അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അടുത്തൊരു എക്സാം വരുമ്പോഴേക്കും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാല് അവിടെ കിട്ടുന്ന ഒരു വല്ലാത്തൊരു പോസിറ്റീവ്നെസ് ഉണ്ട്. അത് അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്കാണെന്നുണ്ടെങ്കിലും. അതിന് പകരം അവിടെ നിന്നുകൊണ്ട് തന്നെ കളിയാണ് ടീച്ചറെ, എപ്പോഴും കളിയാ, പഠിക്കാൻ വിളിച്ചാൽ വരില്ല, എഴുതാൻ വിളിച്ചാൽ വരില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ആ കുട്ടിയുടെ ട്രസ്റ്റ് അവിടെ ബ്രേക്ക് ആവുന്നത്. അവിടെ പോകും ആ കുട്ടിയുടെ ട്രസ്റ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ സാഹചര്യത്തില് ഞാൻ ഇത്രയും ഡിപ്പെൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും സപ്പോർട്ടായിട്ട് ഞാൻ വിചാരിക്കുന്ന അമ്മ ഇങ്ങനെയും പറയാം അല്ലെ. അപ്പൊ ഈ പഠിക്കില്ല എന്ന് പറയുന്നത് LKG ഒരു ബ്രെയിൻ ഡെവലപ്മെന്റും നടക്കാത്ത, ഒന്നിനെ കുറിച്ചും അവെയർ അല്ലാത്ത ഒരു കുട്ടിയെ കുറിച്ചിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം അവിടെ തുടങ്ങും അവന്റെ ആ ഒരു കുഞ്ഞു ബ്രെയിനില് ഓക്കെ ഞാനെന്തോ ബാക്കിയുള്ളവരെ പോലെ അല്ല എന്നുള്ളൊരു തോന്നല് അവൻ അവിടെ തുടങ്ങിയ കഴിഞ്ഞു അല്ലെ. അപ്പോ നമ്മൾ പാരന്റിങ് എവിടെയെങ്കിലും മാറുന്നുണ്ടോ, ഒക്കെ ഒരു നെഗറ്റീവായിട്ട് എങ്ങോട്ടെങ്കിലും മൂവ് ആവുന്നുണ്ടോ, നമ്മൾ എപ്പോഴും നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അവിടെ മാത്രമേ നമുക്ക് ഈ പറയുന്നൊരു കംപ്ലൈനിങ് ഇല്ലാത്തൊരു പാരന്റിങ് ആവുക. അത് പിന്നീട് ഒരു കുറ്റബോധത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര, നമ്മളെന്താ പറയാ, ഞാൻ ജീവിക്കുന്നതന്നെ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ ജീവിച്ചത് തന്നെ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. ഇപ്പൊ പല അമ്മമാരും പറയാറുണ്ട്, ഇപ്പൊ അവൻ ചോദിക്കുന്നത് നിങ്ങളതിന് എനിക്ക് വേണ്ടി ജീവിച്ചാൽ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാമായിരുന്നു, പഠിക്കായിരുന്നില്ലേ, ഓൺലൈനിൽ പഠിക്കായിരുന്നില്ലേ, എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ അങ്ങനെ പഠിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ പഠിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ, ഇനി ഞാൻ എന്താ മാം ചെയ്യാന്ന് ചോദിക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പോ ഇത് ഒരു നിസാരവൽക്കരിച്ച് അല്ലെങ്കിൽ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, പ്ലസ് ഐ മീൻ LKG അല്ലെങ്കിൽ UKG അല്ലെങ്കിൽ ഇപ്പൊ 5th ആയിട്ടുള്ളൂ, 6th ആയിട്ടുള്ളൂ, ആ ഒരു തോന്നലിന്ന് ഇപ്പോ LD വരുന്ന കുട്ടികൾ, 10th പഠിക്കുന്ന കുട്ടികളാണ് അല്ലെ, സ്ക്രൈബ് വെച്ച് എഴുതുന്ന കുട്ടികളൊക്കെയാണ് പലരും ഡീൽ ചെയ്യുന്നുണ്ടാവുക അല്ലെ. ആ അവസ്ഥയിലേക്ക് വരുന്നത് ഈ പറയുന്ന ഒരു നെഗ്ലിജൻസിന്റെ ഭാഗം കൊണ്ട് തന്നെ ആയിരിക്കും അല്ലെ. അപ്പോ ഈ ഒരു സെർട്ടൈൻ ടൈം കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ അവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല. ഈ +2 പഠിക്കുന്ന കുട്ടിയെ അമ്മ എന്തായിരുന്നു എന്ന് എത്ര എന്ന് വെച്ചിട്ട് ആ കുട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് അമ്മയുടെ മനസ്സിലേക്ക് ഒരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുക, ആ കുട്ടിയുടെ മനസ്സിൽ സ്ഥാനം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റുക, അതോ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോ നമുക്ക് ഈ ഒരു കുഞ്ഞുനാള് തൊട്ടിട്ടേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എല്ലാം ഈ പറയുന്ന തിരക്കുകൾ ഉണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം, എല്ലാം ഉണ്ട്. ഞാൻ അടക്കമുള്ള ഒരു ജോലി കഴിഞ്ഞ് വന്നിട്ട് വേണം എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാനായിട്ട്. ബട്ട് എന്നിരുന്നാലും ആ ഒരു തിങ്കിങ്, ആ ഒരു തോട്ട്, അതായത് ഈ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഈ ഒരു ടൈമാണ് നമുക്ക് വളരെ പ്രഷ്യസ് ആയിട്ടുള്ളത്. ഇതാണ് ലൈഫ് ലോങ് നമുക്ക് അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാനുള്ള ടൈം. അപ്പോ നമ്മൾ ഈ LKG തൊട്ടിട്ട് ഒരു ടൈം സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അവരെ പഠിപ്പിക്കാനിരിക്കുന്ന, ഹോംവർക്ക് ചെയ്യാനിരിക്കുന്ന 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മളുടെ മീൻ ടൈം, അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുക. അത് മാറ്റി വെച്ചാൽ മാത്രം പോരാ, അതിനെ നമ്മൾ എന്താണ് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 6ാം ക്ലാസ് വരെ 7ാം ക്ലാസ് വരെ കൊണ്ടുപോകാൻ ഒരു അമ്മ വില്ലിങ് ആവുന്നിടത്ത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു അമ്മയ്ക്ക് എന്താണ് നമുക്കത് പറയേണ്ടി വരില്ല. ഞാൻ പറയുന്നത് കണക്ട് ആവുന്നുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഹലോ, കേൾക്കുന്നില്ലേ?
ഉണ്ട് മിസ്സേ, യെസ് കേൾക്കുന്നുണ്ട്. മാം, യെസ്. കേൾക്കുന്നുണ്ട്. ഓക്കെ കേൾക്കുന്നുണ്ട്. താങ്ക് യു. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാവേ. എനിക്ക് 2 കുട്ടികളാണ്, 2 ആൺകുട്ടികളാണ്. 2 പേരും തമ്മിൽ 7 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ മൂത്ത ആളെ ഞാൻ പഠിപ്പിക്കാനിരിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് അവനൊരു എല്ലാം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്ന, പെട്ടെന്ന് മനസ്സിലാക്കുന്ന, എല്ലാം എന്താ പറയണ്ടേ, ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് അങ്ങനെ ഒരു കുട്ടിയായിരുന്നു. അപ്പം ഞാനും അതിനോട് യൂസ്ഡായി. ഇനിയിപ്പോൾ ഒരു എക്സാം വരികയാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് അവനോട് പറയേണ്ടതില്ല, എക്സാം ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അവൻ പെട്ടെന്ന് വന്നിരുന്ന് പഠിച്ച് കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ വാങ്ങി, അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കുട്ടിയായിരുന്നു. അപ്പം ഞാനും എന്തായി, ആ ഒരു പാരന്റിങ്ങിനോട് ഞാനും യൂസ്ഡ് ആണ്. അപ്പൊ ഈ പറയുന്ന അന്നോട്ടേ ഉണ്ട് ഈ ഒരു സെർട്ടൈൻ ടൈമില്, ഒരു സെർട്ടൈൻ ടൈം ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 6:30 to 8:30. ആ പഠിക്കുന്ന സമയം എന്ന് പറയുന്നത് ആ പഠിത്തം കഴിഞ്ഞാലും ഹോംവർക്ക് ഇല്ലെങ്കിലും ഞങ്ങൾ അവിടെ ഇരിക്കും. അവിടെയാണ് ആ കുട്ടിയായിട്ടുള്ള ഒരു ബോണ്ടിങ് ബിൽഡ് ചെയ്യാൻ. അല്ലാത്ത സമയത്ത് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പറയണ്ടാവും. അതേസമയം അവൻ എത്രത്തോളം നമുക്ക് വാല്യുബിൾ ആണ്, അവന്റെ ഈ ഒരു എന്താ പറയണ്ട ഹോംവർക്കിനുള്ള ടൈം, അവന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം എത്രത്തോളം വാല്യുബിൾ ആണെന്ന് അവൻ മനസ്സിലാക്കണം, അല്ലെ? എന്നിട്ട് നമ്മൾ വരുന്നതിന്റെ മുമ്പ് അവൻ അവിടെ ഉണ്ടാവണം. അത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സ്കൂളില് ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് പറയാം. അതായത് സ്കൂളിൽ ഇപ്പോൾ നമുക്ക് ഒരു സ്കൂളിന്റെ ആ ഒരു സിസ്റ്റത്തിൽ മാത്രമേ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഉണ്ടാവും, അവർക്കറിയാം അല്ലെ? അതായത് ഒരു 2 പീരീഡ് കഴിഞ്ഞ ഒരു ബ്രേക്ക്, 2 പീരീഡ് കഴിഞ്ഞ പിന്നെ ലഞ്ച്, പിന്നെ ഒരു 2 പീരീഡ് കഴിഞ്ഞ ആ ഒരു ടൈമിന്റെ ഉള്ളില് നമുക്കും തന്നെ ടീച്ചേഴ്സിനാണെന്നുണ്ടെങ്കിലും അത്രയും പോർഷൻസ് നമുക്ക് എടുത്ത് തീർക്കാനുണ്ടാവും. നമുക്ക് അവിടെ ഒരു എന്റർടൈൻമെന്റോ അല്ലെങ്കിൽ ഒരു ഫൺ മൊമെന്റോ ഒക്കെ കൊണ്ടുവരാൻ പറ്റും, പക്ഷെ അത് ലിമിറ്റഡ് ആണ്. ഒരു 10 25 കുട്ടികളുള്ള ഒരു ക്ലാസ്സില് നമ്മൾ എത്രത്തോളമാണ് അറ്റൻഷൻ കൊടുക്കാനായിട്ട് പറ്റുക? ജനറലി നമ്മൾ കുറെ കാര്യങ്ങൾ പറയുന്നല്ല, അത് ഒരു കുട്ടിയുടെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് അറ്റൻഷൻ കൊടുത്തുകൊണ്ട് അവന്റെ തോട്ടോ അല്ലെങ്കിൽ അവന്റെ ഒരു എന്താണ് അവന്റെ ഒരു ടേസ്റ്റ്, ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അതിനുള്ള ടൈം നമുക്ക് അവിടെ കിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ടൈം കഴിയുമ്പോഴേക്കും, കാരണം സിലബസ് അത്രയുണ്ട്, ടൈറ്റ് ആണ്, അത്രയും ഇവർക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികള് എന്താണോ ചോദിക്കുന്നത് അതിന് മറുപടി പറയാം, ആരാണോ ചോദിക്കുന്നത് അതിന് മറുപടി പറയാം, കുറച്ച് മോട്ടിവേഷനും കാര്യങ്ങളും. ഇങ്ങനെ ആയാൽ പോരാട്ടോ, നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം, ഡൗട്ടുകൾ ചോദിക്കണം, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പൊതുവിലേ നമുക്ക് പറയാന്നല്ലാതെ കേൾക്കേണ്ടവർ കേൾക്കും, അല്ലാത്തവരത് പുറത്തോട്ടും. അത്രയല്ലേ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ആ കുട്ടി നമ്മളെ അടുത്തേക്ക് സ്കൂൾ വിട്ട് വരുന്നത്. അതേ ഒരു മെത്തേഡ് നമ്മൾ വീട്ടിലും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവന് ബോറിംഗ് ആവും. ലിറ്ററലി അവൻ അത് ഇരിക്കാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അത് നമുക്ക് ചിന്തിച്ചാലും വെച്ചാൽ ചെറിയ കുട്ടിയാണ്, ചെറിയ ഡെവലപ്പ് ചെയ്യുന്ന ബ്രെയിനാണ്, അവന് കളിക്കണം എന്നുണ്ട്, ഒരു എന്റർടൈൻമെന്റും അവന് കിട്ടുന്നില്ല എന്നുള്ളത്. കുറച്ചു നേരമൊക്കെ കളിക്കാൻ വിടും. കുട്ടികളുടെ മനസ്സിൽ എന്താ, നമ്മളായിരുന്ന സമയത്തും കളിക്കണം എന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഇവൻ ഈ പറയുന്ന അവസ്ഥയിൽ കൂടെ കഴിഞ്ഞിട്ടാണ് അവൻ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവനെ ഇരുത്തി ഒരു എന്റർടൈൻമെന്റോട് കൂടിയിട്ട് നമുക്ക് അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവനോട് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ കുട്ടിക്കാലത്തെ കളികള്, അനുഭവങ്ങള്, നമ്മള് അമ്മയുടെ കാലഘട്ടത്തിൽ അവരുടെ ഒരു ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത്, നമ്മൾ വായിച്ച കാര്യങ്ങള്, നമ്മൾ കാണുന്ന കാര്യങ്ങള്, ഇതെല്ലാം അനലൈസ് ചെയ്ത് അവനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അതായത് ആ ഒരു എൻവയറമെന്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ, അതിനാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു സെർട്ടൻ ടൈം ഫിക്സ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടി അത് കേൾക്കാനായിട്ട് ഇരിക്കും. അവിടെയാണ് ആ ഒരു ഗ്രോത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുക. അവിടെയാണ് നമ്മൾ പറയാ എൻ്റെ മോൻ എൻ്റെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ആ കുട്ടി പറയാ എൻ്റെ അമ്മ എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറയുന്നത്. ആ ഒരു ടൈം പീരീഡിൽ നമുക്കൊരു ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ടീച്ചർക്ക് അത് പറ്റില്ല. ഓക്കെ, ഞാനും ടീച്ചറാണ്, ടീച്ചറായിട്ട് ഇരുന്ന സമയത്ത് എനിക്കത് ഞാൻ കുറെ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അത് പോസിബിൾ അല്ല. അപ്പോ ഒരമ്മയ്ക്കാണ് ഒരു കുട്ടിയെ ആസ് എ ഇൻഡിവിജ്വൽ ഇത്രയും അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നത് ഒരമ്മയ്ക്കാണ്. അപ്പോ അവര് വരുന്ന സമയത്ത് 1.5 മണിക്കൂർ നമ്മൾ തീർച്ചയായിട്ടും ഫ്രീ ആയിട്ടിരിക്കുക, എന്ത് തിരക്കോ ആയിക്കോട്ടെ. എന്നാലേ അവനും തോന്നുള്ളൂ
അവന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണോ, അവന് വേണ്ടിയിട്ട് സംസാരിക്കണോ, അവന് വാല്യൂ കൊടുക്കുന്നുണ്ട് അവിടെ. അപ്പം അവൻ എന്തായാലും അവിടെ വന്നിരിക്കും. അപ്പൊ അവിടെ സ്കൂളിലെ കാര്യങ്ങൾ പറയും, ടീച്ചേഴ്സിന്റെ കാര്യങ്ങൾ പറയും. ഇത് കൺസിസ്റ്റന്റ് ആവണം എന്നുള്ളത്. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവര് നമ്മളെ കേൾക്കും, തീർച്ചയായിട്ടും കേൾക്കും. അവന്റെ മനസ്സിലിരുന്നുകൊണ്ട് അവന്റെ ചിന്തകൾക്കനുസരിച്ച് നമ്മളൊന്ന് സംസാരിച്ചാൽ തീർച്ചയായിട്ടും അവർ കേൾക്കും. അത്ര നേരം നമ്മൾ അവരോട് ഇരുന്ന് സംസാരിച്ചപ്പോ അവര് ഇപ്പൊ ഹോംവർക്ക് ഇല്ലാന്ന് വിചാരിക്കാം, അപ്പൊ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കഥകൾ, നമ്മൾ കളിച്ച കാര്യങ്ങൾ, നമ്മുടെ നെയ്ബേഴ്സ്, അന്നത്തെ കാര്യങ്ങൾ, അങ്ങനെ പലതും അവർക്ക് അവിടെ നിന്നിട്ട് വൈഡായിട്ട് ചിന്തിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ കിട്ടുക. ഞാൻ അവനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നീ അവനോട് വിശ്വസിക്കണമെന്നില്ല. നീ നാളെ ഇതിനെ അനലൈസ് ചെയ്ത് നീ നാളെ ഇതിനെ മനസ്സിലാക്കിയിട്ട് നിനക്ക് കിട്ടുന്ന ഒരു ഉത്തരം ഉണ്ടാവും. ഇതിന് നീ മനസ്സിലാക്കിയ ഒരു കാര്യത്തിന് ഒരു ഉത്തരം ഉണ്ട്, അതെനിക്ക് നീ നാളെ പറഞ്ഞു തരണം. ഓക്കെ, ഭാവിയിൽ ഈ ഇത്രയും വലിയ കാര്യങ്ങളൊന്നും അവന് ചിലപ്പോൾ ഇപ്പൊ പറയാൻ പറ്റില്ല. അപ്പൊ നീ ഭാവിയിൽ, അപ്പോ അവന് അതൊരു ഒരു റിസർച്ചിങ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി കൂടെ അവന് വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് നമ്മുടെ തോട്ടുകൾ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ തന്നെ അവനത് ക്യാപ്ചർ ചെയ്തോളും. ഇത് മാത്രമല്ല, അതായത് നീ ഈ പഠിക്കുന്നത് മാത്രമല്ല, നീ സ്കൂളിൽ അക്കാഡമിക്കലി പഠിച്ചു വരുന്ന കാര്യങ്ങൾ മാത്രമല്ല, നീ മനസ്സിലാക്കേണ്ട വേറെയും കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ട്രെയിനറാണ്. ഞാൻ വിംബിളിലെ ഫാക്കൽറ്റി കൂടിയാണ്. എൻ്റെ അടുത്ത് ക്ലാസ്സിന് വരുന്ന ഭൂരിഭാഗം പേരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അവരെല്ലാവരും എന്താ പറയാ, എന്നെക്കാട്ടിലും എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാവരും. ബട്ട് അവർക്ക് ഇപ്പോഴും കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ അക്കാഡമിക്കലി നമ്മൾ എവിടെയാണെന്നൊന്നും കൂടെ ചിന്തിക്കാൻ പറ്റും നമുക്ക് അല്ലേ. അപ്പോ അതിന്റെ അപ്പുറം നമുക്ക് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നേച്ചറുമായിട്ട് അവരെ ഇടപഴകാൻ നമ്മൾ വിടണം. അവരെ വിട്ടോളും. അവര് രാവിലെ അതുപോലെ ഒരു എന്താ പറയാ, നല്ല മഞ്ഞൊക്കെ ഉള്ളൊരു സമയത്ത് അതിനൊന്ന് പുറത്തു വിട്ടാൽ നീ കാണുന്നതെല്ലാം എന്നോട് വന്ന് പറഞ്ഞേക്കണം. അവരത് എൻജോയ് ചെയ്യും, മസ്റ്റായിട്ടും എൻജോയ് ചെയ്യും. പുറത്തു പോകും, ബട്ടർഫ്ലൈസിനെ കാണാം, അതുപോലെ തന്നെ പല പൂക്കൾ കാണാം. പലതും കണ്ട് വന്നിട്ട് ഇന്നതൊക്കെയാണ് ഞാൻ കണ്ടത് എന്ന് അവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. അവനത് പറയും. അത് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ പഠിപ്പിക്കും. ചെറിയ കാര്യങ്ങൾ മതി ഹാപ്പി ആവാനായിട്ട്. ഇതൊന്നും അവൻ ഒരുപാട് എൻജോയ് ചെയ്യായിരുന്നു. അതായത് വീട്ടിലേക്ക് വരുമ്പോൾ പഠനം എന്ന് പറയുന്ന ഒരു ബേർഡൻ അല്ലാതാക്കി മാറ്റാൻ പറ്റണം. പഠനം എൻജോയ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കി കൊടുത്താല് അവർക്ക് അതൊരു വിഷയമേ ആയിരിക്കില്ല. മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറഞ്ഞോട്ടെ, നോ ഇഷ്യൂ, അത് കുഴപ്പമില്ല, അത് ഇന്ന കാരണം കൊണ്ടായിരിക്കാം എന്ന് പറയാം. ഞാൻ പറയുന്നത് കണക്ട് ആവുന്നുണ്ടല്ലോ അല്ലെ. യെസ്, താങ്ക് യു. അപ്പം ഈ തരത്തിലാണെങ്കിൽ കിട്ടുന്ന ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അന്ന് ഞാൻ പാരന്റിങ്ങിനെ കുറിച്ചിട്ടോ ചൈൽഡ് സൈക്കോളജി TTCയിൽ പഠിച്ചിട്ടുണ്ട്. എന്നാലും പാരന്റിങ്ങിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സൈക്കോളജിയിലേക്കോ ഞാനൊന്ന് വന്നിട്ടില്ല. ബട്ട് നമുക്ക് ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് അതിന്നൊരു നല്ല റിസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ളത് അന്നത്തെ ഒരു തോന്നലെന്ന് എനിക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇപ്പം അടുത്ത് ഞാൻ എൻ്റെ മോൻ്റെ സ്കൂളിൽ പാരൻസ് മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒബ്സർവ് ചെയ്യും, കുട്ടികളൊക്കെ എന്ത് ചെയ്യണം, ഏത് മാനസികാവസ്ഥയിലാണ് അവരുള്ളത്. പാരൻസ് ഒക്കെ വന്നിട്ട് അങ്ങനെ എന്താ പറയുക, പ്രഷറിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. പ്രോഗ്രസ് റിപ്പോർട്ടും കയ്യിൽ പിടിച്ചിട്ട് അവരിയ്ക്കുമ്പോൾ ഞാൻ എല്ലാവരെയും നോക്കും. അപ്പോൾ ഒരു കുട്ടി അവിടെ നിന്ന് ഇങ്ങനെ അമ്മയെ വിളിക്കുക. എൻ്റെ അടുത്താണ് ആ ചേച്ചി ഇരിക്കുന്നത്. അപ്പൊ അവരിങ്ങനെ ഭയങ്കര ദേഷ്യത്തില്ല. അപ്പൊ അവരിങ്ങനെ തിരിഞ്ഞു നോക്കിയ അപ്പൊ ആ കുട്ടി ഇങ്ങനെ വളരെ ഹമ്പിളായിട്ട് പറയാണ്, ഒന്നും പറയരുത്, അത് ടീച്ചറിനോട് ഒന്നും പറയരുത്, അതായത് മോശമായിട്ട് എന്നെ പറയരുത്, 8th ഓർക്കണം. ഓക്കെ. അപ്പോ ഈ അമ്മ തിരിഞ്ഞു നോക്കിയിട്ട് അപ്പൊ തന്നെ തിരിഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അവരോട് ഒന്നും കൂടെ പറഞ്ഞു, പറയരുത് എന്നാണ് അവള് പറഞ്ഞത്. ആന്ന് പറഞ്ഞു. ടീച്ചർ അടുത്തേക്ക് എത്തിയപ്പോ അവര് എണീറ്റ് നിന്ന് ടീച്ചറെ ഒരു വക പഠിക്കില്ല, വെറും ഫോണിൽ മാത്രമാണ്, എന്താണ് ആരോടൊക്കെയോ സംസാരിക്കുകയാണ്, ഗെയിമാണ്, പഠിക്കണം എന്നുള്ള ചിന്തയേ ഇല്ല ടീച്ചറെ. ഇതായിരുന്നു അമ്മയുടെ മറുപടി ടീച്ചർ അടുത്തേക്ക് വന്നപ്പോ. ഞാനപ്പോ ഒന്ന് പുറകിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കി ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവളങ്ങോട്ട് ചൂളി എന്താ പറയണ്ടേ, കൂട്ടുകാരുടെ ഇടയിൽ ചെന്നിട്ട് ഇങ്ങനെ അവളെ കാണാനേ ഇല്ല, അങ്ങനെയാണ് അവള് നിൽക്കുന്നത്.
അപ്പം ഇതിന്ന് 8th പഠിക്കുന്ന ഒരു കുട്ടിയാണ് അല്ലേ? അപ്പൊ ഇതിന്ന് അമ്മ ചിന്തിക്കുന്നത്, ഒബ്വിയസ്ലി അമ്മ ചിന്തിക്കുന്നത് ഇങ്ങനെ നാണം കെട്ടിട്ടെങ്കിലും അവള് പഠിക്കട്ടെ എന്നായിരിക്കും അല്ലേ? അപ്പോ അവള് ചിന്തിക്കുന്നത് എന്തായിരിക്കും അല്ലെ? ഇവിടെ നിന്നാണ് ഒരു 10th +2 ഒക്കെ എത്തുമ്പോഴേക്കും എന്ന് വിചാരിച്ചിട്ട് അവരെല്ലാത്തിനും നമുക്ക് പ്രോത്സാഹിപ്പിക്കാനും പറ്റില്ല. പക്ഷെ അത് പറയേണ്ട ഒരു രീതിക്ക് പറയുവാണെങ്കിൽ കുഴപ്പമില്ല ടീച്ചറെ, ഫോണിൽ കളി ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്രാവശ്യം മാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആണ്, ഇനിയിപ്പോ അതിനെന്താ നമ്മൾ ചെയ്യുക എന്നുള്ള രീതിയിലൊന്ന് ടോണ് മാറ്റിയാലും അവിടെ ചെറിയൊരു ആശ്വാസം കിട്ടും അല്ലെ? അപ്പൊ എല്ലാത്തിനും നമുക്ക് ബ്ലെയിം ചെയ്യാനോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവരുടെ എല്ലാത്തിനെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനോ പറ്റില്ല. അത് രണ്ടും വേണം. അപ്പൊ നമ്മളുടെ ഒരു ബിഹേവിയർ ഇതിന്റെ ഒരു മിഡിലിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് അവർ എന്താ പറയണ്ടേ, നമ്മൾ പറയുന്നത് ഓക്കെ അത് കൺട്രോൾഡ് അല്ല, എന്താണ് പറയുന്നത് കേൾക്കാൻ പാകത്തിന്. കുറച്ച് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരോട് നമുക്ക് കുറച്ച് വലിയ കാര്യങ്ങളൊക്കെ അവരോട് ഡിസ്കസ് ചെയ്യാൻ പറയാം. അത് അവർ പറയുന്നുണ്ടോ എന്ന് നോക്കണം, അത് നോക്കിയാൽ മതി. ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഓരോ ഘട്ടത്തിൽ ഇവർ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടോ, ഇവർ പറയുന്നുണ്ടോ ഒക്കെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി അറിയാം ഇവരൊരു റൈറ്റ് ട്രാക്കിലാണെന്നുള്ളത്. ഞാനിത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാല്, ഒരു പാരന്റ് മീറ്റിങ്ങിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ടീച്ചേഴ്സ് ഇപ്പോ കുറച്ച് ഈയിടെയായിട്ട് ഹൈസ്കൂളിലായതുകൊണ്ടായിരിക്കാം, ടീച്ചേഴ്സിന്റെ കൺസേൺ കൊണ്ടായിരിക്കാം, പാരന്റ്സിനെ വല്ലാണ്ട് ബ്ലെയിം ചെയ്യും. ഓക്കെ, പാരന്റ്സ് എണീറ്റ് നിന്നിട്ട് ടീച്ചേഴ്സിനെ വല്ലാണ്ട് ബ്ലെയിം ചെയ്യും. ഇതാണ് പാരന്റ്സ് മീറ്റിങ്ങിന് മിക്കവാറും സംഭവിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ട്. എൻഡ് ഓഫ് ദി ഡേ ഇത് ആർക്കാണ്? നമ്മുടെ മക്കളാണ് അല്ലെ? നമ്മൾക്കാണ് ഇതിന്റെ എല്ലാ നെഗറ്റീവും പോസിറ്റീവും വന്നു ചേരുന്നത് നമ്മൾക്കാണ്. അപ്പൊ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, എല്ലാ കാര്യത്തിലും നമുക്കത് കൺസേൺഡ് ആവാൻ. ഫുഡിന്റെ കാര്യത്തില് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത്, ഞാൻ പറഞ്ഞോട്ടെ, കണ്ടിന്യൂ ചെയ്തോട്ടെ? ഓക്കെ. യാ, താങ്ക് യു. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു കുട്ടി കേട്ടോ, അങ്ങനെ 4th 5th എങ്ങനെയായിരുന്നു. അന്നേരം ഞാൻ നോക്കുമ്പോ ആ കുട്ടിയുടെ ഹോംവർക്ക് ഒന്നും പ്രോപ്പർ അല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി എന്താന്ന് വെച്ചാല്, ആ വീട്ടിലെ അമ്മയ്ക്ക് അങ്ങനെ നോക്കാൻ നേരമില്ല എന്നുള്ളത് അതിന്റെ ഹോംവർക്ക് കണ്ടാൽ തന്നെ അറിയാം. അതായത് എന്ത് കൊടുത്താലും എഴുതിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, അവൻ ഈ ക്ലാസ്സിൽ ഇരിക്കേണ്ട കുട്ടിയല്ല, അവന് ബേസിക്സ് കിട്ടിയിട്ടില്ല. അപ്പൊ അവന് ബേസിക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അവനെ കുറച്ച് മാറ്റിയിരുത്തിയിട്ട് അവന് മാത്രം വേറെ ക്ലാസ്സസ് കൊടുക്കുമായിരുന്നു. അതായത് ഈ ബേസിക് ഒന്ന് ക്ലിയർ ആയിട്ട് വേണം അവന് ബാക്കിയുള്ള ഒരു കൂട്ടത്തിൽ ഇരുത്താനായിട്ട്. അപ്പം അവനതിൽ എഴുതും. ഡിക്റ്റേഷൻ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് സെപ്പറേറ്റ് ഞാൻ ഡിക്റ്റേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്നും മനസ്സിലാവില്ലായിരുന്നു. പിന്നെ കുറേശ്ശെ അവൻ ആ ഒരു ട്രാക്കിലേക്ക് വന്നു തുടങ്ങി. നമ്മൾ എങ്ങനെയാണോ അവനോട് അപ്രോച്ച് ചെയ്യുന്നത് ആ ട്രാക്കിലേക്ക് മക്കൾ വരും. അതെന്റെ അനുഭവമാണ്. ഏത് കുട്ടി ആയിക്കോട്ടെ, നമ്മൾ ആ രീതിയിൽ അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഏത് കുട്ടി നമ്മുടെ ട്രാക്കിലേക്ക് വരും. അങ്ങനെ അവൻ എഴുതി തുടങ്ങി. അതിന് ഡിക്റ്റേഷനൊക്കെ ഇടാൻ തുടങ്ങിയാല് 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് കൂടി വരുമ്പോ അവന്റെ സന്തോഷം ബാക്കിയുള്ള കുട്ടികളായിട്ടൊക്കെ ഞാനത് ഷെയർ ചെയ്യുകയും ചെയ്യും. അവരൊക്കെ എന്ത് ചെയ്യും, അപ്രിഷിയേറ്റ് ചെയ്യും. ഈ കുട്ടികൾ അപ്രിഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ അവരെ എന്തൊക്കെ വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിലും ഈ ഒരു അപ്രിസിയേഷൻ വളരെ വളരെ എഫക്റ്റീവാണ്. അത് ആസ് എ ടീച്ചർ, ആസ് എ മദർ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ചെറിയ ഒരു എന്താ പറയാ, ഒരു അപ്രിസിയേഷൻ മതി അവർക്ക് അങ്ങോട്ട് അഡ്മയർ ആവാനായിട്ട്. കാരണം അത്രയും പേരുടെ മുമ്പിൽ അവരെ അപ്രിഷിയേറ്റ് ചെയ്യണം നമ്മൾ. അത് നല്ല റിസൾട്ട് ഉണ്ടാക്കും. അത് നമ്മൾ ഹോംവർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ, വീട്ടിലാണെന്നുണ്ടെങ്കിലും, അവൻ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ വീട്ടിലുള്ള എല്ലാവരും ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് നോക്കും. നാളെ അവൻ മസ്റ്റായിട്ടും അതിന്റെ കൂടുതൽ മാർക്ക് അവൻ വാങ്ങി വന്നിരിക്കും. ഈ വഴക്ക് പറയുന്നതിന്, കുറ്റപ്പെടുത്തുന്നതിന് പകരം നമ്മൾ ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് ടേൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും. അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ പഠിച്ചു വരുന്നു കേട്ടോ, കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ ഒരു ദിവസം ഈ ലഞ്ച് ബ്രേക്കിന് നമ്മള് ചില കുട്ടികളുടെ, അത് ഒരു CBSE സ്കൂളായിരുന്നു, അപ്പൊ അവിടെ ലഞ്ച് ഇല്ല, കുട്ടികൾ കൊണ്ടുവരണം. അപ്പൊ നമ്മള് ടിഫിൻ ബോക്സ് അവർക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കും. ഞാൻ ടീച്ചേഴ്സ് ക്ലാസ് ടീച്ചേഴ്സ് ആണ് അത് ചെയ്യുക.
അപ്പോ 2-3 ദിവസമായിട്ട് ഇവന്റെ ടിഫിൻ ബോക്സിൽ എന്നും ഓംലെറ്റാണ്, എന്നും ഓംലെറ്റാ. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, തമാശക്ക് പറഞ്ഞു, നീ ഓംലെറ്റ് എന്നും കഴിച്ചിട്ടാണ് എനിക്ക് ഓർമ്മ നിൽക്കാത്തത്. നിന്റെ അമ്മയോട് നല്ല വെജിറ്റബിൾസ്, നല്ല എന്താ പറയാ തോരനും നല്ല സാമ്പാറും ഒക്കെ ഉണ്ടാക്കി തരാൻ പറ, വെജിറ്റബിൾസ് ഒക്കെ കുട്ടികൾ കഴിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പം അത് കഴിഞ്ഞ് ഞാനത് വിട്ടു. കുട്ടികളെല്ലാരും പരസ്പരം കളിയാക്കുമല്ലോ, പരസ്പരം കളിയാക്കി ചിരിക്കും. അപ്പൊ എല്ലാരും അവന് എല്ലാതും ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം രാവിലെ ഓഫീസ് റൂമിന്റെ മുമ്പില് ഈ കുട്ടിയും ഈ അമ്മയും വന്ന് നിൽക്കുന്നുണ്ട്. എന്നെ കണ്ടതോടുകൂടി ഈ അമ്മ അങ്ങോട്ട് ഫയർ ചെയ്യാൻ തുടങ്ങി. എനിക്കൊന്നും മനസ്സിലായില്ല. ഇങ്ങനെ എന്താ ചെയ്തതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. എന്തിനായിരിക്കും അവരെന്നെ വഴക്ക് പറയുന്നത്? നിങ്ങൾ എവിടെ പഠിച്ച ടീച്ചറാണ്, നിങ്ങൾ എവിടെയാണ് ട്രെയിനിങ് കഴിഞ്ഞത്, അങ്ങനെ പല പല ചോദ്യങ്ങളായിരുന്നു. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോ എന്റെ കൊളീഗ്സിന്റെ HM എല്ലാരും ഉണ്ട് ഓഫീസ് റൂമില്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് പ്രശ്നം, നിങ്ങൾ പ്രശ്നം പറയുന്നല്ലേ നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങളൊരു പ്രശ്നം പറഞ്ഞു, ഓക്കെ, ഞാനത് അഡ്മിറ്റ് ചെയ്താൽ, ഓക്കെ ഞാനിത് ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും, ഞാൻ ഇന്നേരം റിസൈൻ ചെയ്ത് ഞാൻ പൊയ്ക്കോളാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ടീച്ചറായിട്ട് ഇരിക്കാൻ യോഗ്യതയില്ലല്ലോ, ഞാൻ എന്താ ചെയ്തത് തെറ്റെന്ന് പറയാം. അപ്പോ നിങ്ങള് അതായത് രാത്രി അവന് മുട്ട ഉണ്ടാക്കി കൊടുത്തപ്പോ അവൻ പറഞ്ഞു, ഇത്ര ടീച്ചർ പറഞ്ഞു ഓർമ്മ നിൽക്കാത്തത് മുട്ട കഴിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞു എന്ന്. അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ കുട്ടി മുട്ട കഴിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. അപ്പം അതിന് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. കാരണം ഒരു ഫുഡ് കൊടുക്കാൻ ഒരു അമ്മ അത്രയും കൺസേൺഡ് ആണ്. അത് വേണം, അല്ലെ? അത് വേണ്ടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പരിഹസിക്കാനോ ചിരിക്കാനോ അല്ല ഞാൻ പറഞ്ഞത്. ഒരു അമ്മ അത്രയും കൺസേൺഡ് ആണ് ഫുഡ് കൊടുക്കേണ്ട കാര്യത്തില്. അപ്പൊ നമ്മളോട് അവരോട് കുറെ ഷൗട്ട് ചെയ്തിട്ടോ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ഞാൻ അവരോട് പറഞ്ഞു, നീ നിന്റെ ഇംഗ്ലീഷ് ബുക്ക് എടുക്കാൻ പറഞ്ഞു, നോട്ട് എടുക്കാൻ പറഞ്ഞു. ഞാൻ ഓരോന്നും അവനെ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും കാണിച്ചു കൊടുത്തു. അവന്റെ ഗ്രോത്ത് ഞാൻ കാണിച്ചു കൊടുത്തു. ഓരോ നോട്ട്, ഓരോ പേജ് മറിക്കുമ്പോഴും അതിൽ ഗ്രോത്ത് കാണാൻ പറ്റും. ഇത് നിങ്ങൾ കണ്ടിരുന്നു എങ്കിൽ നിങ്ങൾ ഇത്രത്തോളം വഴക്ക് പറയാൻ ഇങ്ങോട്ട് പറ്റില്ലായിരുന്നു. നിങ്ങളിത് നോക്കിയിട്ടില്ല. അപ്പൊ അവരെന്നോട് സോറി പറഞ്ഞു, ഒബ്വിയസ്ലി അല്ലേ സോറി പറഞ്ഞു. എനിക്ക് ഒരുപാട് ഫാമിലി ഇഷ്യൂസ് ഉണ്ട്. ഇവനാണെങ്കിൽ 7 കൊല്ലം 8 കൊല്ലം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായ കുട്ടിയാണ്. അപ്പൊ ഞാൻ അവനെ ഇങ്ങനെ തലയിലും ഇല്ല തറയിലും അല്ലാണ്ട് വളർത്തുന്ന മോനാണ്. അപ്പൊ അവൻ അതങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കുട്ടി നന്നായിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത്. അറ്റ് ദ സെയിം ടൈം ഈ കുട്ടിയുടെ ഹോംവർക്കിൽ ഒരു അരമണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനുശേഷം ആ അമ്മ എപ്പോഴും എന്നെ വിളിക്കുമായിരുന്നു, എല്ലാ കാര്യങ്ങൾക്കും വിളിക്കും. ഞാൻ എങ്ങനെയാ പഠിപ്പിച്ചു കൊടുക്കണ്ടേന്ന് ചോദിച്ചു. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സായി. അപ്പോ ഇത്രയേ ഉള്ളൂ, നമ്മളൊന്ന് മാറി ചിന്തിച്ചാൽ തീരാവുന്ന കാര്യമുള്ളൂ ഈ കുട്ടികളോടാണെന്നുണ്ടെങ്കിലും. അപ്പം ഓരോ കാര്യത്തിനും നമുക്ക് ഓരോരോ പാരന്റിങ്ങിന്റെ ഒരു സ്റ്റൈലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ ആൾക്കാരും ഒരു പാരന്റിങ്ങിനെ എങ്ങനെയാണ് അവർ കാണുന്നത്, ഓരോ പാരന്റ്സും എന്തെന്തൊ കാര്യത്തിലാണ് കൺസേൺഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ LSS USS എക്സാംസ് വരുമല്ലോ, നമുക്ക് അറിയണ്ടാവും അല്ലെ, സ്കോളർഷിപ്പ് എക്സാമുകൾ. ആ സ്കോളർഷിപ്പ് എക്സാമിന്റെ ടൈം ആകുമ്പോൾ ഇവിടെ കുറച്ച് കുട്ടികൾ ട്യൂഷന് വരും. അതായത് ഇതിന് സെലക്ഷൻ കിട്ടിയിട്ടുള്ള കുട്ടികൾ മാത്രം ട്യൂഷന് വരും നമ്മുടെ വീട്ടിൽ. അപ്പം അതൊരു 5-6 കുട്ടികളല്ലേ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ആ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു കുട്ടിയിട്ട് നമ്മുടെ നെയ്ബറാണ്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, നന്നായിട്ട് പഠിക്കും, എല്ലാ കാര്യത്തിലും അവള് ആപ്റ്റാണ്. ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, എന്തൊക്കെയൊക്കെയോ പഠിപ്പിക്കാൻ പറ്റും, അതെല്ലാം അവരുടെ അമ്മ പഠിപ്പിക്കുന്നുണ്ട്. വളരെ എന്താ പറയാ, നല്ല എന്താ കുട്ടി, ഒരു പെൺകുട്ടി, അവള് ഏതെല്ലാം രീതിയിൽ അവൾക്ക് അവളുടെ ടാലൻസിനെ ഈ ഒരു പ്രായത്തില് അവൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും, അതെല്ലാം ചെയ്യുന്ന വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു പാരന്റിങ് ആണ് അവർ ലീഡ് ചെയ്യുന്നത്. അപ്പൊ ഈ കുട്ടി എന്നും ഇവിടെ വരുമ്പോൾ അവൾ ഭയങ്കര ആക്റ്റീവാണ്. ചില ദിവസങ്ങളിൽ ഇവർ ഭയങ്കര മൂഡ് ഓഫ് ആണ്, അവൾക്ക് എന്ത് ചോദിച്ചാലും ഉണ്ടല്ല. അപ്പോ ഇവർക്ക് വീക്കെൻഡിൽ എപ്പോഴും എക്സാംസ് ഉണ്ടാവും. USSന്റെ എക്സാമുകൾ ഉണ്ടാവും, LSSനും ഉണ്ടാവും. വീക്കെൻഡിൽ എന്നും എക്സാംസ് ഉണ്ടാവും. ആ എക്സാമിന്റെ ടൈമില് ഇവൾക്ക് പേടിയാണ്, കാരണം മാർക്ക് കുറഞ്ഞാലോ എന്നുള്ള ഓവറായിട്ടുള്ള ഒരു സ്ട്രെസ്സാണ് വീട്ടിൽ നിന്നുള്ളത് എന്നുള്ളതാണ് നമുക്കതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്.
അപ്പോ ഇതിനുള്ള കാരണം നമ്മൾ കുട്ടികളോട് ഇങ്ങനെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയുമല്ലോ. അപ്പം 2-3 ദിവസമായിട്ടുള്ള ഡെസ്പാണ്. അപ്പൊ ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം USSന്റെ മാർക്ക് വന്നപ്പോൾ അവൾക്ക് മാർക്ക് കുറവാണ്. അത് വീട്ടിൽ കാണിച്ചു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു മാർക്ക് കുറവാണെന്നില്ല, എന്താ അടുത്ത പ്രാവശ്യം നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തെടുത്താൽ മതിയല്ലോ, നീ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ. പക്ഷെ അതല്ല പ്രശ്നം. അമ്മ വഴക്കൊന്നും പറയില്ല, ഒന്നും പറയില്ല, മിണ്ടില്ല. അടുത്ത പ്രാവശ്യം മാർക്ക് കിട്ടുന്നത് വരെ ആ അമ്മ കുട്ടിയോട് മിണ്ടില്ല. ഓക്കെ. അപ്പൊ അവര് വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവര് ചിന്തിക്കുന്നത് എന്തായിരിക്കും, അടുത്ത പ്രാവശ്യം ഞാൻ ഈ മിണ്ടാതിരിക്കുന്ന അതിന്റെ ഒരു സ്ട്രെസ് കാരണം അല്ലെങ്കിൽ അതിന്റെ ഒരു സങ്കടം കാരണം അവള് പഠിച്ച അടുത്ത പ്രാവശ്യം മാർക്ക് വാങ്ങിക്കണം എന്നുള്ളതായിരിക്കും ആ അമ്മ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിരിക്കുമല്ലോ അല്ലെ? ഒബ്വിയസ്ലി അതായിരിക്കുമല്ലോ അല്ലെ? അതായിരിക്കും അമ്മ ചിന്തിക്കുന്നത്. ബട്ട് ഈ കുട്ടി എത്രത്തോളാണ് ഇവിടെ വന്നിരുന്നോണ്ട് ആ സ്ട്രെസ് അനുഭവിക്കുന്നത്. അവൾക്കൊന്ന് ചിരിക്കാൻ പറ്റുന്നില്ല. അവൾക്ക് അടുത്ത പ്രാവശ്യം മാർക്ക് കിട്ടുന്നത് വരെ അവളുടെ മനസ്സിൽ ആ ടെൻഷനാണ്. അമ്മ ഒന്ന് ചിരിച്ചു കാണാൻ. ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും? തീർച്ചയായിട്ടും ഒരു അഡോളസന്റ് പീരീഡിലൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു സ്ട്രെസ് ഒന്ന് പൊട്ടിച്ചിറങ്ങണം എന്നേ അവർക്ക് തോന്നുള്ളൂ. അമ്മയുടെ ഈ കൺസേൺ ഒന്നും അവിടെ വിലപ്പോവില്ല. ഞാൻ അവൾക്ക് വേണ്ടിയിട്ടല്ലേ, അതായത് അവരൊരു ചെറിയ തൊഴിൽ ചെയ്ത് അവര് ജീവിക്കുന്നവരാണ്. അപ്പൊ ആ ഒരു അവസ്ഥ ഈ കുട്ടിക്ക് വരരുത് എന്നുള്ള ചിന്തയിൽ നിന്നാണ് അവർ പലതരത്തിൽ പയറ്റി നോക്കണം. ബട്ട് അത് ആ ഒരു പാരന്റിങ് ചില സമയത്ത് ടോക്സിക് ആവുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം. അത് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുണ്ടാവും അല്ലെ. അപ്പൊ ഞാൻ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോ അവര് പറഞ്ഞല്ല, അങ്ങനെ പറ്റില്ല, അവൾ എന്തായാലും അവൾക്ക് USS കിട്ടൽ നിർബന്ധമാണ്, കിട്ടാതെ അവൾ ഇങ്ങോട്ട് വരണ്ട. അതായിരുന്നു അവരുടെ എന്നോടുള്ള മറുപടി. അതിനാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ട്യൂഷന് വിടുന്നത്. അതായിരുന്നു മറുപടി. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, അത് എത്രത്തോളം കറക്റ്റ് ആണെന്ന് നിങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു തരൂ കേട്ടോ. ഞാൻ പറഞ്ഞു, നാളെ റിസൾട്ട് വന്നു, നാളെ റിസൾട്ട് വന്നാല് അമ്മോന് USS കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അത് പറഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടിയിലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നെഞ്ചത്ത് ഇങ്ങനെ കഴിച്ചു. എന്നിട്ട് എന്നെ ഒരു നോട്ടം. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഈ കുട്ടി ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എത്രത്തോളാണ് മെന്റലി ഈ കുട്ടി എന്താ പറയണ്ടേ, അതൊരു സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്നത്. വേണം, തീർച്ചയായിട്ടും വേണം. ബട്ട് അതൊരു സ്ട്രെസ്സായിട്ട് ആ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇപ്പൊ പൊട്ടുന്ന തരത്തിൽ ആ കുട്ടിക്ക് ഒരു സ്ട്രെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ കുട്ടി എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, നീ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊന്നും എന്താ പറയാ സ്കൂൾ പീരീഡ് എന്ന് പറയുന്നതോ USS എന്ന് പറയുന്നോ, ഇറ്റ്സ് നോട്ട് എൻഡ് ഓഫ് ദ ഡേ, ഇറ്റ്സ് നോട്ട് എൻഡ് ഓഫ് ദ ലൈഫ്, ഇറ്റ്സ് നോട്ട് എൻഡ് ഓഫ് ദ വേൾഡ് ഓൾസോ. സോ നമ്മൾ ഈ ഒരു ഫെയിലിയറിനെയും അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. നീ സക്സസ് ആയിട്ടേ വരാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന ഒരു നമ്മൾക്കൊന്നും താങ്ങാൻ പറ്റാത്ത അത്ര സ്ട്രെസ്സാണ് കുട്ടിയുടെ മനസ്സിലുള്ളത്. അതേസമയം നീ ഇത് കൊണ്ട് വന്നില്ലെങ്കിലും ഇങ്ങനെയും പറയാലോ അല്ലെ. എന്റെ മോൻ LSSന് പഠിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെയായിരുന്നു അവനോട് പറഞ്ഞിരുന്നത്. അവന് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ലോ ലേണർ ആയിരുന്നു. മൂത്താളല്ല പറഞ്ഞ, രണ്ടാമത്തെ ആള്, രണ്ടുപേരും തമ്മിൽ 7 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞില്ല. രണ്ടാമത്തെ ആൾ ഇതുപോലെ തന്നെയായിരുന്നു. അവനൊരു സ്ലോ ലേണറാണ്. അവന്റെ കൂടെ കുറേ നേരം ഇരിക്കണമായിരുന്നു പഠിപ്പിക്കാനായിട്ട്. ഞാൻ അതിനായിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ അവന് LSSന്റെ എക്സാം വന്നപ്പം അവിടെ നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് അവിടെ ചെയ്യാനുള്ളത് അത് ചെയ്തതിന് ശേഷം വേണം നമ്മളോട് സംസാരിക്കാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവന് LSSന്റെ ടൈമിൽ എനിക്ക് മനസ്സിലായി, സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഗൈഡിൽ നിന്ന് കിട്ടുന്നതോ അതിന്റെ അപ്പുറം ഒരു അറ്റൻഷൻ വേണ്ട ഒരു കുട്ടിയാണ് അവൻ. അപ്പൊ അവന് ഞാൻ അന്നത്തെ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും USSനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ എല്ലാതും എഴുതിയെടുക്കായിരുന്നു. LSS ആണ്, 5th ഞാനിപ്പോ ഈ പറഞ്ഞ കുട്ടി 7th. അപ്പോ എന്തെല്ലാം കളക്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ അവൻ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് എഴുതിയെടുക്കും. അതുപോലെ തന്നെ ഈ ന്യൂസ് പേപ്പറിൽ വരുന്ന കറണ്ട് അഫയേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ അതും എഴുതിയെടുക്കും. അങ്ങനെ എല്ലാം എഴുതിയെടുത്ത് അവൻ പഠിക്കുന്നത് ഞാൻ കൊടുത്ത നോട്ട് ബുക്കും സ്കൂളിൽ നിന്ന് കിട്ടിയതും ഗൈഡും എല്ലാം കൂടെ വെച്ചിട്ടാണ് അവൻ അനലൈസ് ചെയ്ത് പഠിക്കുന്നത്. ഇത്രയും ഞാനും അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. LSSന്റെ ടൈമിൽ ഞാൻ ഇത്രയും അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ബട്ട് അവനോട് ഞാൻ പറയും, നീ പ്രിപ്പയർ ചെയ്യുന്നതാണ് നിന്റെ സക്സസ്. നിനക്ക് ഈ പ്രിപ്പറേഷന് നീ എടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, ഈ ഹാർഡ് വർക്ക് ഉണ്ടല്ലോ, അതാണ് നിന്റെ സക്സസ്. റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, നെവർ മൈൻഡ്. അത് ചിലപ്പോൾ ആ ടൈമിൽ നീ ചെന്ന് ഇരുന്ന് എഴുതുമ്പോൾ
നിനക്ക് ചിലപ്പോൾ ഓർമ്മയിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. എന്തൊക്കെയോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് ഓർമ്മയിൽ നിന്ന് ചിലപ്പോൾ കൺഫ്യൂഷൻസ് ആയിരിക്കും, ഇതാണോ അതാണോ, കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ആ ഒരു സെർട്ടൈൻ ടൈമിന് നിന്റെ സക്സസ് ആയിട്ട് നീ കാണണ്ട. നീ എത്രത്തോളാണ് ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്, അതാണ് നിന്റെ സക്സസ്. ഇത് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കേക്ക് വാങ്ങി ഇവിടെ സെലിബ്രേറ്റ് ചെയ്യും. കാരണം നീ അതിന് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാനും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ രണ്ടുപേരും ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ എൻജോയ് ചെയ്യണം, അല്ലെ? ശ്രമിച്ചിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ സക്സസ് ആയിട്ട് തന്നെ കാണണം. അപ്പൊ ഫെയിലിയറിനെ അക്സെപ്റ്റ് ചെയ്യാനും കൂടെ നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അല്ലാണ്ട് നീ കിട്ടിയിട്ടേ വരാവുള്ളൂ എന്ന് പറയാൻ മാത്രമുള്ള ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് ഒന്നും അവർക്ക് വന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ എൻ്റെ മോന്റെ കാര്യം പറയാം. അവന് LSS എഴുതി, എക്സാം എഴുതി വന്നപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം. അവൻ പറഞ്ഞു കുഴപ്പമില്ല. ഓക്കെ, കുഴപ്പമില്ല. അതിനെക്കുറിച്ച് വേറെ ഒന്നും പറഞ്ഞില്ല. 2 മാസം എങ്ങനെ 2 മാസം കഴിഞ്ഞിട്ട് അത് റിസൾട്ട് വന്നു, അവന് LSS കിട്ടി. സോ അവിടെ ആസ് എ മദർ അവന് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ്. അവനൊരു സ്ലോ ലേണർ ആയിരുന്നു. അവൻ എപ്പോഴും ടീച്ചേഴ്സ് അവന് എന്താ പറയാ ഒട്ടും എഴുതില്ല, അല്ലെങ്കിൽ അവൻ എല്ലാവരും എഴുതുന്ന പോലെ എഴുതില്ല, അല്ലെങ്കിൽ എല്ലാവരും പഠിക്കുന്ന പോലെ പഠിക്കില്ല എന്ന് എപ്പോഴും കംപ്ലൈന്റ് പറഞ്ഞിരുന്ന ഒരു കുട്ടിയാണ്. അവിടെ അവന് നഷ്ടപ്പെടുന്നത് എന്തായിരുന്നു എന്ന് വെച്ചാൽ അവന്റെ സെൽഫ് കോൺഫിഡൻസ് ആണ്. എനിക്ക് പറ്റില്ല എന്ന് അവൻ റീഡ് ചെയ്യും. അത് ഉണ്ടാവരുത്. അതിനാണ് ഞാൻ പറഞ്ഞത് ഈ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നമ്മളുടെ ഒരു ടൈം പീരീഡിന്റെ വാല്യൂ അവിടെയാണ്. അതായത് ഒരു 6:30 തൊട്ട് 8:30 വരെ അല്ലെങ്കിൽ 8 മണി വരെ ആ കുട്ടിയുടെ കൂടെ നമ്മൾ ഇരുന്ന് നമ്മൾ പഠിപ്പിച്ചാല് ഓക്കെ, അതിനുള്ള റിസൾട്ട് നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടും. ആ ഒരു സക്സസ് ആണ് ഞാൻ അന്ന് അവിടെ കണ്ടത്. അവിടെ അവന് സ്ലോ ലേണർ ആയിക്കോട്ടെ, അവൻ ഹാർഡ് വർക്ക് ചെയ്ത് അവന് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് അവനിൽ ഉണ്ടാക്കി കൊടുത്താൽ ഇനി അവൻ എങ്ങനെ വേണമെങ്കിലും പഠിച്ചോളും. ഇപ്പൊ അവൻ 8th പഠിക്കുന്നു. അവൻ എപ്പോഴെങ്കിലുമൊക്കെ മാർക്ക് കുറയും, മാത്സിലൊക്കെ മാർക്ക് കുറഞ്ഞു വരുമ്പോ ഞാൻ അവനോട് പറയും, LSS കിട്ടിയ നിനക്കാണോ? LSS കിട്ടിയ നീയാണോ? നിനക്കൊന്ന് ഹാർഡ് വർക്ക് ചെയ്താ ഇതിലും മാർക്ക് കിട്ടാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറയുന്നേക്കാട്ടിലും വലിയ ഒരു എന്താണ് മോട്ടിവേഷൻ അവിടെ കൊടുക്കാനില്ല. ബിക്കോസ് നമ്മൾ അവനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് അതിന്റെ സക്സസിന്റെ ഒരു മധുരം നമ്മൾ കൊടുത്തു അവിടെ. അപ്പൊ ഇനി അവനെ കൂടുതൽ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ടോ? ഇല്ല. ഒരു 6th വരെ ഞാൻ എൻ്റെ കുട്ടികളെ ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ട്. 6th 7th വരെ, ഒരു USS എക്സാം വരെയൊക്കെ അവരെ ഇരുത്തി പഠിപ്പിച്ചിട്ടുള്ളൂ. ബാക്കി പിന്നെ അവരൊറ്റയ്ക്ക് പഠിക്കുന്നതാണ്. പിന്നെ അവർ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു വരുമ്പോൾ ഞാൻ കേൾക്കും. അതിന്റെ അപ്പുറം എനിക്ക് വേറൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തോന്നിയിട്ടുള്ളത്, അവരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്കൂളിന്റെ ഒരു ബേർഡൻ എന്ന് പറയാം. സ്കൂളിൽ നമുക്ക് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് അവരുടെ കൂടെ നമ്മൾ ഇരുന്ന് പഠിപ്പിക്കുമ്പോൾ അവരെ ഇരുന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കൂട്ടത്തിലിരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഈ കുട്ടികളുടെ ഈ ഒരു ഡെവലപ്മെന്റ് പീരീഡില് അവർക്കും കൂടെ മനസ്സിലാവണം അമ്മ എന്താണെന്നുള്ളത്. പലപ്പോഴും പല പാരന്റ്സും എന്നോട് പറയുന്ന കാര്യമാണ്, കുട്ടിക്ക് എന്നോട് ഒരു റെസ്പെക്ട് ഇല്ല, നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആണ് എന്ന് പറയും. നമ്മൾ അവരുടെ കാലഘട്ടത്തിലേക്ക് അപ്ഡേറ്റഡ് അല്ല എന്നുള്ളൊരു തോന്നല കുട്ടികൾക്കുണ്ട്, അല്ലെ? അവിടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അവരുടെ കൂട്ടത്തിൽ ഇരുന്നിട്ടാണ്, എല്ലാവർക്കും പോസിബിൾ അല്ല കേട്ടോ, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അവരുടെ കൂട്ടത്തിൽ ഇരുന്നിട്ടാണ് ഞാൻ ലാംഗ്വേജ് പഠിച്ചതാണെങ്കിലും സൈക്കോളജി പഠിച്ചതാണെങ്കിലും എൻ്റെ പഠനമൊക്കെ അവരുടെ കൂട്ടത്തിലിരുന്ന്, എനിക്ക് എക്സാമുകൾ ഉണ്ടാവും, എനിക്ക് മാർക്ക് കിട്ടും, ഇതൊക്കെ ഞാൻ അവരെ കാണിക്കും. ഓക്കെ, ഇവിടെ അവർക്ക് അമ്മ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു റെസ്പെക്ട് കിട്ടാനുള്ള അത് നമ്മളും കൂടെ നമ്മൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് എൻ്റെ കുട്ടി എന്നോട് സംസാരിക്കുന്നില്ല, എൻ്റെ കുട്ടി എന്നോട് മിണ്ടുന്നില്ല, അങ്ങനെയൊന്നും പറയേണ്ട വരാറില്ല, അല്ലെ? അത് നമ്മളും കൂടെ കാണിച്ചിട്ട്, അത് ഞാൻ നേരത്തെ ഫുഡിന്റെ കാര്യം പറഞ്ഞല്ലോ, ഫുഡ് കൊടുക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഈ ഡെവലപ്പിംഗ് പീരീഡിൽ അവരുടെ കൂടെ ഇരുന്ന് അവരെ പഠിപ്പിക്കുന്ന ആ മീൻ ടൈം എന്ന് പറയുന്നത്. അത് ഒരമ്മയ്ക്ക് കൃത്യമായിട്ട് ചെയ്യാൻ ഒരമ്മയ്ക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ സക്സസ് നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റും ഒരു സെൽഫ് എസ്റ്റീമും നമുക്കും ഉണ്ടാവും. ഇതായിരുന്നു എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്. കൂട്ടത്തിലൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതും കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഉള്ള റിസൾട്ടിനെ കുറിച്ചിട്ടാണല്ലോ ഞാനിപ്പോൾ ഇത്ര നേരം പറഞ്ഞത്. ഒരു പീരീഡ് ഓഫ് ടൈമിൽ എനിക്ക് സ്കൂളിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. ആ സമയത്ത് ഞാനിവിടെ ട്യൂഷൻ എടുത്തു കുട്ടികൾക്ക്. അതേ നെയ്ബേഴ്സാണ്, എല്ലാ നെയ്ബേഴ്സാണ്. 1-2 കുട്ടികളൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ അങ്ങോട്ട് നമ്മുടെ ഹാളിലാണ് ഇരിക്കുന്നത്. ഹാളില് സ്ഥലമില്ലാണ്ടായി.
അത്രയും കുട്ടികൾ വരാൻ തുടങ്ങി. ഇതിനൊരു എന്താ പറയണ്ടേ, പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞാൻ എടുക്കേണ്ടതെന്ന് ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഫീസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒന്ന്. ഓക്കെ. 2, ഈ സ്കൂളിൽ പഠിക്കുന്ന ഈ മെത്തേഡ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഒരു ബോറിംഗ് ആയിട്ടുള്ള നമുക്ക് ഫീൽ ചെയ്യുന്ന, അതല്ലാതെ നമ്മൾ കുട്ടികളോട് അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാക്കി തന്ന റിസൾട്ടിനെ കുറിച്ച് കൂടെ എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ LKG തൊട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു. നമ്മളെ വീട്ടിൽ വന്നിരുന്ന LKG തൊട്ടിട്ടുള്ള കുട്ടികൾ, LKG to 10th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളുണ്ടായിരുന്നു. ഇവരെന്തുകൊണ്ടാണ് ഇത്രയും കുട്ടികൾ ഇത്ര ഹാപ്പി ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നിരുന്നത്? അവരത് എൻജോയ് ചെയ്തിരുന്നത് എന്തുകൊണ്ടാണ്? ഈ പഠനം എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട്, കുറച്ചുകൂടെ ഒരു ഫണ്ണി ആയിട്ട് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അവർ എൻജോയ് ചെയ്യണോ, അതൊന്ന് നല്ല റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവർക്ക് ഓരോ ടാസ്കുകൾ കൊടുക്കും. എന്താ പറയുക, വീക്കെൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴോ ഓരോ കുട്ടികളെ നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ വലിയ കുട്ടികൾ ചെയ്യുന്നത് കാണുമ്പോൾ ചെറിയ കുട്ടികൾ അത് അനുകരിക്കും. ഓക്കെ. അപ്പോൾ അവരോട് ഞാൻ പറയുമായിരുന്നു, നിങ്ങൾ ഇന്ന് അമ്മ ജോലിക്ക് പോയാലും അച്ഛൻ ജോലിക്ക് പോയി വരുമ്പോൾ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ വലിയ കുട്ടികളുടെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചായ വെച്ചിട്ട് അമ്മയ്ക്കൊന്ന് വെച്ച് കൊടുത്തു നോക്കും. ഒരു ചായ വെച്ചിട്ട് അമ്മയ്ക്കൊന്ന് കൊണ്ടുപോയി കൊടുത്തു നോക്കും. 2 പേരും കൂടെ. ഇപ്പോൾ ഒരു അനിയത്തിയും ചേച്ചിയും ഒക്കെ ആ ക്ലാസ്സിലുണ്ട്. എന്നിട്ട് ഈ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുമ്പോൾ അവരുടെ ഒരു എക്സ്പ്രഷൻ, അവരെന്തൊക്കെയാ നിങ്ങളോട് പറഞ്ഞ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എന്നോട് വന്ന് ഷെയർ ചെയ്യണേ എന്ന് പറയും. അപ്പൊ പിറ്റത്തെ ദിവസം വന്നിട്ട് അവരങ്ങോട്ട് എന്താ പറയാ, ഉള്ളതിനെ കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് അതിനങ്ങോട്ട് വർണ്ണിച്ചങ്ങോട്ട് പറയാൻ തുടങ്ങും. എന്തൊക്കെയാണ് അവർ അതെന്ന് അവർക്ക് കിട്ടുന്ന ഒരു എൻജോയ്മെന്റ്, ആ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു എൻജോയ്മെന്റും അതെന്ന് ആ അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന് കിട്ടുന്ന ഒരു എൻജോയ്മെന്റും ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ വർക്കുകൾ, അത് ചെടികൾ നനയ്ക്കുക, വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക, അത് അവനവന്റെ റൂം കേട്ടോ, അവനവന്റെ റൂമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി വെക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബെഡൊക്കെ ഒന്ന് മടക്കി വെക്കുക. അതുപോലെ അമ്മയുടെ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യണോന്ന് ചോദിക്കുക, പറ്റിയില്ലെങ്കിലും വേണ്ടില്ല, ചെയ്യണോന്ന് ചോദിക്കുക. ഓക്കെ. അച്ഛൻ ഇരിക്കുന്നിടത്തൊരു ചായ കൊണ്ടുപോയി കൊടുക്കുക. ഓക്കെ. അപ്പൊ അതുപോലെ കറക്കറിഞ്ഞു കൊടുക്കാം. പല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ചെടികളൊന്ന് നനയ്ക്കാം, അല്ലെ? പുല്ലൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പുല്ലിന്റെ കിളയൊക്കെ ഒന്ന്, ഐ മീൻ ചെടികളുടെ ഇടയിലുള്ള പുല്ലിന്റെ കിളകളൊക്കെ ഒന്ന് നമുക്ക് എടുത്തു കളയാം. ഈ തരത്തിലൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി, എങ്ങനെ ഉണ്ടാവും നമുക്ക് അറിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജസ്റ്റ് അവരെ വെച്ചിട്ട് അവരുടെ ഇഷ്ടങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെയൊക്കെ ഈ പരിസരത്ത് കൂടെ ഓടി കളിക്കുന്ന മക്കളാ. അതൊന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഈ കുട്ടികളൊക്കെ എന്ത് ടാലന്റഡ് ആണെന്നറിയോ. ഓരോ കുട്ടികളും എത്ര നന്നായിട്ട് ആ ചിത്രം വരയ്ക്കുന്നതെന്നറിയോ. അതുപോലെ തന്നെ കഥകൾ എഴുതുന്ന കുട്ടികൾ, കവിതകൾ എഴുതുന്ന കുട്ടികൾ, ഈ കാർട്ടൂൺ പിക്ചേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വരച്ചുകൊണ്ടിരുന്ന കുട്ടികളുണ്ട്. ഇതൊക്കെ ഞാൻ അവരെ പാരന്റ്സിനെ കാണിക്കുമ്പോൾ അവർ ഇത്ര നന്നായിട്ട് വരയ്ക്കണോ എന്നുള്ളത് അവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ഇതൊക്കെ സ്കൂളുകളിലുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. ബട്ട് എന്താണെന്നറിയോ, കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികൾ ഇതിലൊന്നും പങ്കെടുക്കില്ല. അവരെന്താണ്, പോയി ജോയിൻ ചെയ്യാനുള്ള മടി, അല്ലെങ്കിൽ ആരും ചെന്ന് പറയണ്ടേ എന്നുള്ള മടി. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇവിടുന്ന് ഇത് നല്ലൊരു എക്സസൈസ് ആയിരുന്നു. അങ്ങനെ അവരെ കൊണ്ട് തന്നെ ദിവസം ചെയ്യിപ്പിച്ചിരുന്ന ഒരു കാര്യം തന്നെ സ്പീച്ച്. ഇപ്പൊ ഒരു 10-25 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളുടെ മുമ്പിൽ തന്നിട്ട് തന്നെ ഒരു കുട്ടി ഒരു സ്പീച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവനുണ്ടാവുന്ന ഒരു സ്റ്റേജ് ഫിയർ മാറി കിട്ടും, അല്ലെ? ആ ഒരു ഇൻഹിബിഷൻ മാറി കിട്ടും. അങ്ങനെ ആ കുട്ടികളെ ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കുറച്ചു കാലം എനിക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളൊരു ഹാപ്പിനെസ്സും കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. എന്ന് വെച്ചാല് ഞാനത് കൺക്ലൂഷനായിട്ട് ഞാൻ പറയുന്നത് 3 മണിയായി. കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കളെ നമ്മൾ മനസ്സറിഞ്ഞ് പഠിപ്പിക്കാനിരുന്നാല്, അവരെ മനസ്സറിഞ്ഞ് നമ്മളെ ചേർത്ത് പിടിച്ചാല്, അവരുടെ ഉള്ളിലുള്ള ടാലന്റുകള് എല്ലാവരും ജെംസാണ്. ഓരോ ടാലൻസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ദിസ് ഇസ് വാട്ട് I try to say. Thank you all of you. 3 മണിയായി, എനിക്ക് തന്ന ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഇത്ര നേരം എന്നെ കേട്ടിരുന്നതിന്. എന്തെങ്കിലും സജഷൻസോ ഇതുപോലത്തെ ഒപ്പീനിയൻസോ ഉണ്ടെങ്കിൽ പറയാം. താങ്ക് യു ഓൾ ഓഫ് യു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു മാം. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തു. വളരെ നന്നായിരുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഈ സെയിം സിമിലർ വേയില് വളരെ നന്നായിട്ട് ഫലം കണ്ടിട്ടുള്ള പല കുട്ടികളുമുണ്ട്. യെസ്.
അതുകൊണ്ട് മാമിന്റെ ഇത് 10% ഫ്രൂട്ട്ഫുൾ ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. പാരന്റിങ്ങിനെ കുറിച്ച് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മുടെ പാരന്റ്സ് ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. കുട്ടികളെ നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അവരുടെ കഴിവുകൾ എങ്ങനെ കൊണ്ടുവരാം. ഇതൊക്കെ എന്റെ കുട്ടികളൊക്കെ ഇതായി അന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഇപ്പൊ യങ്ങായിട്ടുള്ള ആളുകൾക്ക് ഇത് ഉപകാരപ്പെടുത്തേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. മാം ആ ലാസ്റ്റിൽ പറഞ്ഞ ആ 2 പോയിന്റ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കുട്ടികളോടൊപ്പം നമ്മളും അപ്ഡേറ്റഡ് ആവണം, വളരണം. പിന്നെ ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് കുട്ടികളുടെ കഴിവ് എക്സ്പ്ലോർ ചെയ്ത ആ 2 പോയിന്റ്സ് ഭയങ്കര അപ്രീഷിയേറ്റിംഗ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. യെസ് മാം, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ ഷജില? താങ്ക് യു മാം. നല്ല Thank സെഷൻ, you. നല്ല ഫീഡ്ബാക്ക്. ഇനി എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. സന്ധ്യ മാം, LD ഉള്ള കുട്ടികളെ ട്രെയിൻ ചെയ്തപ്പോഴുള്ള എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലേ കൂടുതലും ഒരു പവർഫുൾ ആയിട്ടും സക്സസ് ആയിട്ടും തോന്നിയിട്ടുണ്ടാവുക? അതെ, പിന്നെ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന സമയത്തും ഇതേ കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സക്സസ് കാണാൻ പറ്റി, അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. സ്കൂളിലും അതെ, വീട്ടിലും അതെ, അതുപോലെ ട്യൂഷൻ എടുക്കുമ്പോഴാണെങ്കിലും അതെ, ഇപ്പൊ LD എടുക്കുന്ന കുട്ടികൾക്കാണ് അതെ, ഈ ഒരു മെത്തേഡ് നമ്മളൊന്ന് കീപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു. ആയിട്ടും കാരണം നമ്മൾ നോർമൽ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കായാലും നമ്മളൊരു സ്പേസ് അവിടെ ഇട്ട് കൊടുക്കുമ്പോൾ അവര് അവരുടേതായ രീതിയിൽ പോകും. ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരു LD ആയിട്ട് വന്നിട്ടുള്ള ഒരു കുട്ടീനെ നമ്മള് കുറച്ചും കൂടെ നോർമലിനേക്കാളും താഴെ ലെവലായിരിക്കുമല്ലോ അവരുടെ. പക്ഷെ അവർക്ക് പോലും മുന്നോട്ട് ഈ ഒരു രീതി നമ്മള് യൂസ് ചെയ്യുമ്പോൾ മുന്നോട്ട് ഉണ്ടെങ്കിൽ കൂടെ ഇതാവും എന്നുള്ളത് നോർമൽ. ഇപ്പൊ LD ഒന്നും ഇല്ലെങ്കിലും കുറച്ച് ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ചിട്ടുള്ള കുട്ടികളുടേതായിട്ടുള്ള പ്രശ്നങ്ങളുള്ള പാരന്റ്സിന് ശരിക്കും അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഈ വീക്കായിട്ടുള്ള കുട്ടികളെ ശരിക്കും അവരത് പാരന്റ്സ് കറക്റ്റ് മനസ്സിലാവും. കാരണം അവർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലായിരിക്കും നമ്മളടുത്ത് അവർ വന്നിട്ടുണ്ടാവുക. അപ്പോ സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നേരത്തെ മാം പറഞ്ഞ പോലെ തന്നെ അത് നമ്മളെല്ലാ മക്കളിലും അത് പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ടും പിന്നെ അത്രയും അവർ ആ ഒരു വീക്ക് പോയിന്റിലേക്ക് പോവാണ്ടും വരും എന്നുള്ളത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തായാലും നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു ഷജില മാം. ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ മാം. താങ്ക് യു ഓൾ ഓഫ് യു. സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് ഇനിയും വരാനുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന അതുപോലെ പാരന്റ്സിനൊക്കെ ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം, നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്കൊക്കെ. അപ്പൊ ഒരുപാട് ഉപകാരപ്പെടും പലർക്കും അല്ലേ. അപ്പോ സന്ധ്യ മാം സ്പെഷ്യൽ താങ്ക്സ് ഈ ഒരു സെഷൻ എടുത്തതിന്. ഇതുപോലെ എല്ലാ ക്ലാസ്സുകളും എല്ലാവരും അറ്റൻഡ് ചെയ്യുക. താങ്ക് യു. ഇനി ഫീഡ്ബാക്കുകൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിൽ കേൾക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്, അതിൽ അറിയിക്കാം. താങ്ക് യു.